യിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, ബഹുമാനപ്പെട്ട സദസ്, ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി വിശേഷിച്ച് ഞങ്ങളുടെ പ്രിയ ലാലൂക്കോശി പാസ്റ്ററോട് കൂടെ ഈ വേദി ഇവിടെ പങ്കുവയ്ക്കത്തക്ക വിധത്തിൽ ദൈവം ഒരുക്കിയ അവസരം ഏറ്റവും സന്തോഷകരമായി കരുതുന്നു. ദൈവം എല്ലാ ദൈവഭൃത്യന്മാരെയും അനുഗ്രഹിക്കട്ടെ. വളഞ്ഞവട്ടം ഇവിടെയുള്ള ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിലേക്ക് പോകുകയാണ്. ഞാൻ വളഞ്ഞവട്ടം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ദൈവത്തിന് സ്തോത്രം ആലയത്തിൽ വെച്ചാണ് ആദ്യമായി കരം വെച്ച് പാസ്റ്റർ കെ എം ജോൺ അവറുകൾ എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിശേഷിച്ച് കർത്തൃമേശ ശുശ്രൂഷ നിർവഹിപ്പാനും ശുശ്രൂഷകൾ നിർവഹിപ്പാനും പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന രംഗം. എൻ്റെ ബാല്യസമയത്ത് എൻ്റെ 19 വയസ്സ് കഴിഞ്ഞ ആ സമയം ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവൻമണ്ടൂരിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പിതൃതുല്യമായി എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യനുമായിട്ടുമൊക്കെ ആഴമായൊരു ആത്മബന്ധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ ലൈവിൽ അദ്ദേഹവും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥലം സഭയിൽ ഞാൻ രാവിലെ സമയം അവിടെ കടന്നു ചെന്ന് ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് മുൻപ് ഇവിടെ കടന്നു വന്ന് ഇവിടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ആദ്യമായി ആ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്ന രംഗം. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ് ഈ സ്ഥലം സഭയെ സംബന്ധിച്ചുള്ളത്. ദൈവം ഒരുക്കിയിട്ടുള്ള എല്ലാ ബന്ധങ്ങൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ എം ജോൺ അവറുകളിലൂടെ എനിക്ക് ലഭ്യമായ കരുതലും സ്നേഹവും ഒക്കെ ഈ സമയത്ത് ഈ സ്റ്റേജിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ സദസ്സിനായി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആളുകൾ എത്ര കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും സുവിശേഷ യോഗത്തിൻ്റെ പുറകിൽ മഹാദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ മുഴങ്ങുന്ന ജീവൻ്റെ വചനം ഈ നാൽക്കവലയിലോ ഈ പരിസരങ്ങളിലോ മുഴങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു മഹത്തായ പദ്ധതിയുണ്ട് എന്ന് ദൈവമക്കൾ തിരിച്ചറിയുന്നു. ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുവാൻ മുഖാന്തരമായി തീരേണ്ടതിന് എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സുവിശേഷ യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന നിരവധി ഓർമ്മകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓർമ്മ ഞാൻ ഇന്ത്യക്ക് പുറത്ത് ഒരു യോഗത്തിന് പ്രസംഗിക്കുവാനായിട്ട് എന്ന് ചെന്ന രംഗമാണ്. പ്രസംഗിക്കുവാനായി ഞാൻ അവിടെ എത്തിച്ചേർന്നു. അല്പം മിനിറ്റുകൾ വൈകിയാണ് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. എയർപോർട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ഉള്ള യാത്ര അല്പം ബുദ്ധിമുട്ടുള്ളതായിരുന്നത് കൊണ്ട് അല്പം വൈകിയപ്പോൾ അവിടെയുള്ള സംഘാടകർ അവിടെയുള്ള ഒരു സഹോദരന്, രവീന്ദ്രൻ എന്നൊരു അക്രൈസ്തവ സഹോദരൻ, വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരന് സാക്ഷ്യത്തിന് അവസരം കൊടുത്തു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ ഓഡിറ്റോറിയത്തോട് കയറി ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. സ്തോത്രം. അദ്ദേഹം തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിരണം ഭാഗത്തേക്ക് ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന സമയം വലത്തുവശത്തൊരു കണ്ടത്തിൽ, ഇടത്തുവശത്തൊരു കണ്ടത്തിൽ ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്. താന് ദൈവത്തിന് സ്തോത്രം ഓട്ടോ വശത്തേക്ക് അതേ ഒതുക്കിയതിന് ശേഷം വഴിവക്കിലൂടെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നടക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തു. അല്പ മിനിറ്റുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിവക്കിൽ ഒരു മയിൽക്കുറ്റിയിൽ ഇരുന്ന് ഈ പ്രസംഗം കേട്ടു. പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ സമയം വന്നപ്പോൾ യേശു തൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ തനിക്ക് തോന്നി. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയും അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെയുണ്ട്. ആ സമയത്ത് ആ മയിൽക്കുറ്റിയിൽ ഇരുന്നു കൊണ്ട് ഈ സഹോദരൻ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു അടയാളം വയ്ക്കുകയാണ്. അടയാളം ഇതാണ്: എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ കാണുവാൻ പോകുവാൻ എൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കാണുവാൻ അവിടെ എത്തുന്ന സമയം, സ്തോത്രം, അവളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവൾ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണെന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഈ എടുക്കുന്ന
എടുക്കുന്ന ഉടമ്പടി യേശു കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കും. സ്തോത്രം. ശിഷ്ടമുള്ള ആയുസിന്റെ നാളുകൾ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഈ മയിൽക്കുറ്റിയിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയി. അദ്ദേഹം അടുത്ത ദിവസം പുലിയൂരിലുള്ള ഒരു പെന്തക്കോസ്ത് ഹാളിൽ ആരാധനയിൽ പങ്കെടുത്തു. എന്തിന്? ചൊവ്വാഴ്ച ആ വിവാഹ ക്രമീകരണങ്ങൾക്ക് ആലോചനയുടെ പ്രാരംഭ സമയം പെൺകുട്ടിയുടെ വീട്ടിലെത്തി. വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഈ പ്രാരംഭ സമയം തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലാണ്. വിവാഹം നടന്നാലും ഇല്ലെങ്കിലും എൻ്റെ ശിഷ്ടമുള്ള ആയുസിന്റെ നാളുകൾ ഞാൻ യേശുവിന് വേണ്ടിയായിരിക്കും. ഈ സമയം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ആരോടും പറയാതെ മയിൽക്കുറ്റിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം യേശു കേട്ടിരിക്കുന്നു. യേശു ജീവിക്കുന്ന ദൈവം തന്നെ. എന്തിനേറെ അവരുടെ വിവാഹം നടന്നു. നേഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പെൺകുട്ടിയായിരുന്നത് കൊണ്ട് ചില ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിദേശത്തേക്കുള്ള യാത്രയുടെ വഴി തുറന്നു. അങ്ങനെ അവർ കുടുംബമായി ആ രാജ്യത്തെത്തി. എന്തിന്? ആ രാജ്യത്തെത്തിയപ്പോൾ ആദ്യമായി പെന്തക്കോസ്ത് സഭയിൽ ആരാധനയിൽ പങ്കെടുത്തു. ആ കണ്ടത്തിൽ പ്രസംഗിച്ച പഴയ ഉപദേശി എന്ന മട്ടിലാണ് എന്നെ അവിടെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന സാക്ഷ്യം കേൾക്കാനിടയായപ്പോൾ ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കി. ജനക്കൂട്ടത്തിന്റെ നടുവിൽ, ഗ്രൗണ്ടിന്റെ മുൻപിൽ, സ്റ്റേജിന്റെ മുൻപിൽ നിന്ന് കരമുയർത്തുന്നതിനേക്കാൾ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഒരു മയിൽക്കുറ്റിയിൽ ഇരുന്നു പോലും ആത്മാക്കളുടെ വിടുതൽ നടക്കുന്നുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കളാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. അങ്ങനെയെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഒരുമിച്ചൊന്ന് ആത്മാവിൽ പടപൊരുതുന്ന രാത്രിയായി രാത്രി തീരട്ടെ. എന്റെ പിൻപിലിരിക്കുന്ന ദൈവഭൃത്യന്മാരുടെ നാവിൽ പ്രാർത്ഥനയുടെ അധികാരം ഉയരണം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ പോരാട്ടം ഉയരണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി ഈ രാത്രി ജീവന്റെ പുസ്തകം തുറക്കപ്പെടണം. പൈശാചിക ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനെ ആത്മാക്കളെ ഈ രാത്രിയിൽ സ്വർഗം തടവ് വെട്ടി നിത്യതയ്ക്കായി വേർതിരിക്കുന്ന രാത്രിയായി തീരേണ്ടതിന് എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ ഈ രാത്രി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നാളെ നടത്തുവാൻ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പിൻപിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ കൊണ്ടു നിർത്തിയതിനു ശേഷം തേരിനോട് ചേർന്ന് നടക്കുവാൻ അന്തർനിയോഗം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചത് യാഥാർത്ഥ്യമെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ. അഭിഷിക്തരായ ദൈവഭൃത്യന്മാരുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ട് കൈമാറിയ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ വളഞ്ഞവട്ടം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പ്ലാൻ ചെയ്തിരിക്കുന്ന സുവിശേഷ യോഗത്തിന്റെ 3-ാം രാത്രിയിൽ ഇന്ന് രാത്രി മുഴങ്ങുന്ന ജീവന്റെ വചനം ചില പ്രിയപ്പെട്ടവരുടെ മുറികൾക്കകത്ത് വ്യാപരിച്ചിട്ട് അവരുടെ കുടുംബങ്ങളെ അടക്കി ഭരിക്കുന്ന പൈശാചിക താവളങ്ങളെ തകർത്ത് ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതത്തക്ക വിധം ദൈവശക്തി വ്യാപരിപ്പാൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകേണ്ടതിന് സ്വർഗം കീറി ഇറങ്ങി വരുവാൻ കഴിവുള്ളവന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൈമാറുന്നു. ദൃശ്യമായ അടയാളത്തോടെ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. സുവിശേഷത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ട പാപികളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ശക്തമായി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ കടശി ദിനങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ,
ആകാശമേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ഒരു പറ്റം ദൈവമക്കളാണ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമ്മുടെ ഈ തലമുറ, ഈ ജനറേഷൻ ഇവിടെ നിന്ന് മരിച്ചു മാറുന്നതിന് മുൻപ് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് സംഭവിക്കും എന്ന് പറയത്തക്ക വിധം ഏത് കാലഘട്ടത്തെക്കാൾ പ്രവചനങ്ങൾ അതിന്റെ കൂട്ടനിവർത്തിയിലേക്ക് നീങ്ങുകയാണ്. ഈ തലമുറ ഏത് തലമുറ എന്ന് ചോദിച്ചാൽ, ഈ തലമുറ ഇറ്റുനോവ് കിട്ടിയ തലമുറ എന്ന് ഞാൻ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ഓർപ്പിക്കുമ്പോൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും സംബന്ധിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പറഞ്ഞ് മൂർച്ച നഷ്ടപ്പെട്ട ചില വാക്യങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിൽ ബൈബിളിൽ മൂർച്ച നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നാവുന്നൊരു വാക്യമാണ് ഈ വാക്യം. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്ന് പറഞ്ഞാൽ, ലോകവ്യാപകമായി ജാതികൾ ഒരുമിച്ച് വ്യാപകമായ ഒരു യുദ്ധത്തിന് ചരിത്രത്തിൽ കോപ്പുകൂട്ടും. മാനവജാതിയുടെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഞാനിവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലസ്തീന്റെ മണ്ണ് പുകയുകയാണ്. മനുഷ്യവർഗത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായത് മധ്യപൂർവ്വ പ്രദേശമാണ്. മനുഷ്യവർഗത്തിന്റെ അധോഗതിയുടെ ചുടലക്കളം തോണ്ടാൻ തുടങ്ങുന്ന നിർണായക സംഭവങ്ങൾ നടക്കേണ്ടതും മധ്യപൂർവ്വ പ്രദേശത്താണ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ പാദത്തിന്റെ സ്പർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒലിവുമല തയ്യാറെടുക്കുന്ന ഈ അന്ത്യഘട്ടത്തിൽ ദൈവജനം ഈ രാത്രി തല ഉയർത്തണം. ഇതൊരു കാലം സാധാരണ കാലമല്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് പുറകിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലെ 1400ഓളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു. അതിന്റെ തിരിച്ചടി എന്ന നിലയിൽ ഗാസയുടെ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങൾ പറന്നു കയറി. കരയുദ്ധം ഈ ദിവസങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 4000ഓളം നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞു വീണു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ മനുഷ്യത്വപരമായ വേദന നിസ്സഹായരുടെ നിലവിളിക്ക് മുൻപിലുണ്ടെങ്കിലും ഈ യുദ്ധങ്ങൾ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈറ്റുനോവ് മനുഷ്യകുലത്തിന് തുടങ്ങിക്കഴിഞ്ഞു. ഒരമ്മയ്ക്ക് പ്രസവ വേദന ആരംഭിച്ചു കഴിഞ്ഞാൽ ജന്മം ഒരുപോലെ പെട്ടെന്നല്ല സംഭവിക്കുക. ഒരു വേദന കഴിഞ്ഞു, അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന. പക്ഷേ വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ജന്മത്തിലേ അവസാനിക്കുമെങ്കിൽ മാനവ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടിക്കഴിഞ്ഞു. ഇത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ജന്മത്തിൽ അവസാനിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി കരമുയർത്തി പറയണം, ആമേൻ കർത്താവായ യേശുവേ വരേണമേ എന്ന്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 36 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം 24ന്റെ 36 മുതൽ ഉള്ള വാക്യങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ.
ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്ക് ഒരു ഏകാഗ്രതയുണ്ട്. ഇതുപോലെ ഈ വചനം ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. ഓർക്കുക, ബെഥാന്യയ്ക്കും ബെത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യേശു യെരുശലേമിലേക്ക് ചെല്ലുന്ന രംഗം ഈ അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലുണ്ട്. ആ യാത്രാ വാഹനം ഒരു കഴുതയായിരുന്നു. കഴുത പ്രവാചക വാഹന മൃഗമാണ്. യേശുക്രിസ്തുവിന്റെ 3 ഔദ്യോഗിക സ്ഥാനത്തോടുകൂടെയാണ് അവൻ യെരൂശലേം ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത്. അവൻ ഒറ്റയ്ക്കല്ല ചെല്ലുന്നത്, പരിവാരത്തോടു കൂടെയാണ്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ലെബനോണിലെ ദേവദാരുക്കൾ കൊണ്ടും പടുത്തുയർത്തിയ തങ്കക്കുട കെട്ടിടമായ കനകക്കൊട്ടാരമായ യെരൂശലേം ദൈവാലയത്തിൽ യേശു എത്തിക്കഴിഞ്ഞപ്പോ അശുദ്ധി കണ്ട് കയ്യിൽ ചാട്ടവാറെടുക്കുന്ന സമയം തനിക്ക് എന്താണോ ഇവിടെ കാര്യം എന്ന മട്ടിൽ ദേവാലയത്തിന്റെ ഉടമസ്ഥനായ കർത്താവിനെ അവർ പുറത്താക്കുകയാണ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യേശു യെരൂശലേമിനോട് വിട പറയുന്നു. കർത്താവ് പറയുന്ന വിടവാങ്ങൽ വാക്കുകൾ തിരുവെഴുത്തിലുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരിൽ മുക്കിയ വിലാപ വാക്കുകളോടുകൂടെ യേശു യെരൂശലേം ദൈവാലയത്തോട് വിട പറഞ്ഞ് യാഗത്തിന്റെ ഉച്ചിഷ്ടം ഇച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കിദ്രോൻ തോട് എന്ന ആ ഒഴുക്ക് തോട് കുറുക മുറിച്ച് പടിഞ്ഞാറെ തലവിൽ തലയുയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്നു നീങ്ങുകയാണ്. അസ്തമന സൂര്യന്റെ ചെങ്കതിരുകൾ യെരൂശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തെ തട്ടി പ്രതിഫലിച്ച് കടന്നു പോകുന്ന, ദൈവാലയം കനകക്കമ്പളമായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ശില്പവൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമായി ദേവാലയം ശോഭിക്കുന്ന സമയം, പിൻപിലെ പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഹേറോദെ സംഭാവന ചെയ്ത സ്വർണ്ണ മുന്തിരിക്കുല പ്രവേശന കവാടത്തെ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന ആ ദേവാലയത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു നോക്ക്, എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. പുറത്തെ ഭംഗി കണ്ട് മാർക്കിട്ടവരുടെ ഇടയിൽ അകത്തെ കയ്യാപ്പാവിന്റെ കയ്യിലെ പാവക്കറ കണ്ട് വിധി കൽപ്പിച്ച യേശു ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് പുറത്തെ ഭംഗി അല്ല വലുത്, അകത്തെ വിശുദ്ധിയാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറയാൻ കഴിയും, പുറത്ത് എത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് കയ്യിൽ കറയുണ്ടെങ്കിൽ അടിത്തറ പൊളിക്കുന്ന കരമാണ് നാം സേവിക്കുന്ന ദൈവത്തിന്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? അടിസ്ഥാനം ഇട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരമാണ് നാം സേവിക്കുന്ന ദൈവത്തിന്റെ കരമെങ്കിൽ, നിന്റെ കൈകൾ നിർമ്മലമാണെങ്കിൽ നിനക്കെതിരെ എത്ര കൊടിയ കൊടുങ്കാറ്റുകൾ ഉയർന്നാലും നിന്റെ ജീവിത സ്തംഭത്തെ തകർക്കാൻ ഇരുട്ടിന്റെ കൈകൾക്ക് വിട്ടുകൊടുക്കാത്ത ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, അകത്ത് പാപത്തിന്റെ കറയുണ്ടെങ്കിൽ പുറത്ത് എത്ര മോടിയുണ്ടെങ്കിലും അടിത്തറ പൊളിക്കാൻ അനുവദിക്കുന്ന ഒരു കരം തന്നെയാണ് ചരിത്രത്തിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷം ഗുരുവും ഗുരുനാഥനുമായവനോടുകൂടെ സന്തത സഹചാരിയായി യാത്ര ചെയ്യുമ്പോഴും ദേവാലയത്തെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന ആ അനർഗള നിർഗളമായി നാവിൽ നിന്ന് ഉതിർന്നു വീണ പ്രസംഗങ്ങൾ ഇടതടവില്ലാതെ കേട്ടിട്ടും ഉള്ളിൽ നിന്ന് ഇതുവരെ പള്ളിക്കൊതി വിടാത്ത ശിഷ്യന്മാരുടെ തലകറങ്ങിപ്പോയി യേശുവിന്റെ വാക്കുകൾക്ക് മുൻപിൽ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിനെ പിൻപറ്റുമ്പോഴും യേശു വെറുക്കുന്നതൊക്കെയാണ് ഉള്ളിൽ ഓമനിച്ചു കൊണ്ട് നടക്കുന്നതെങ്കിൽ നിന്റെ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന മോഹക്കോട്ടകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീറങ്ങുന്നതിന് മുൻപ് എല്ലാം എടുത്ത് പുറത്തു കളയുക. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ
ആരാധ്യനാരുമില്ല, അവൻ മാത്രമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരാധനാ കേന്ദ്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ഒലിവുമലയുടെ മുകൾ പരപ്പിലെത്തി. ഉദ്യോഗഭരിതരായ ശിഷ്യന്മാർ തന്റെ അടുക്കൽ വന്ന് ശ്രദ്ധേയമായ ഒരു ചോദ്യം ചോദിച്ചു. ഗുരു, അതെപ്പോഴാ സംഭവിക്കുന്നത്? അങ്ങ് പറഞ്ഞില്ലേ അങ്ങ് വരുമെന്ന്, അങ്ങ് പോകുമെന്ന്, അങ്ങ് വരുമെന്നൊക്കെ പറഞ്ഞില്ലേ, അതെപ്പോഴാ സംഭവിക്കുന്നത്? നിന്റെ വരവിനും ഈ ഭൂമിയുടെ അവസാനത്തിനും അടയാളം എന്താണ്? അതൊന്ന് പറഞ്ഞു തരണം. വസ്തുതകൾ കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു ഉപസിച്ചൊക്കെ ഇരുന്നാ മതി എന്ന് പറഞ്ഞില്ല. കർത്താവ് വസ്തുതകളെ ചരിത്രവുമായി ചേർത്തിണക്കി അവിടുത്തെ പ്രവചനങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് ഈ വസ്തുതകളുടെ ഉപസംഹാരമായി കർത്താവ് പറഞ്ഞ വാക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തെ വിവേചിക്കുന്നവരാകണം ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അവസാനമായി ലൂക്കോസിൽ യേശു ഉപസംഹരിക്കുന്ന പ്രയോഗം ഇതാണ്. പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വാച്ച് നൈറ്റ് പ്രയർ, ഉറക്കം ഇളച്ചിരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണമെന്നാണോ പറഞ്ഞു എന്നതിന് അർത്ഥം? അല്ല. താൻ അവതരിപ്പിച്ച പ്രാവചനിക വിഷയങ്ങൾ ചരിത്ര രംഗത്ത് നിറവേറുന്ന കാഴ്ച എന്റെ മുൻപിലിരിക്കുന്ന ക്രൈസ്തവ സഭയിലെ സഹോദരങ്ങൾ കാണുമ്പോൾ അവന്റെ മടങ്ങിവരവിന്റെ കാലൊച്ച കാതോർത്തിരിക്കുന്ന ദൈവമക്കൾ കാതോർത്തിട്ട് പറയണം, കർത്താവിന്റെ വരവടുത്തു, തല ഉയർത്താൻ നേരമായി. അങ്ങനാണെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ മറക്കരുത്, ഇതൊരു സാധാരണ കാലമല്ല. പ്രവചനങ്ങളുടെ നിവർത്തി കാണുന്ന ദൈവത്തിന്റെ ജനം കാലഘട്ടത്തെ വിവേചിക്കാൻ ബാധ്യസ്ഥരാണ്. നാം ഈ തലമുറയുടെ അന്ത്യത്തിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും എതിർത്താലും എതിരേറ്റാലും ഒരു വസ്തുത ഉറപ്പിച്ചു പറയുന്നു. ഈ കാലഘട്ടത്തെ ക്രൈസ്തവ സഭ വിവേചിക്കണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് വശത്ത് മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. ആ മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്നും ഒരു മേഘക്കീർ ഉയർന്നാൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഒരു മനുഷ്യന്റെ കൈ പോലെ, കൈപ്പത്തി പോലെ അല്ലെങ്കിൽ കൈ പോലെ മേഘം ഉയരുന്നത് കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞത് പെരുമഴയെന്ന, ചെറുമഴയല്ല, പെരുമഴ. കാരണം ആ മേഖലയിൽ നിന്ന് ആ കർഷക സമൂഹത്തിന് അറിയാം, ആ മേഖലയിൽ നിന്നൊരു ചെറിയ സിഗ്നൽ വെൺകീർ മേഘമുയർന്നാൽ അതിന്റെ അർത്ഥം തൊട്ടടുത്ത മിനിറ്റുകളിൽ പെരുമഴ പ്രവഹിക്കും. ഒരു തുള്ളിക്കൊരു കുടം വെച്ച് പെയ്യുന്ന പെരുമഴ പെയ്യണമെങ്കിൽ പടിഞ്ഞാറ് നിന്ന് മേഘമുയരണം. ഈ കർഷക സമൂഹത്തിന് ലക്ഷണം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഊഹിക്കത്തക്ക വിധം പ്രവചന സ്വഭാവം അവരുടെ അനുഭവ പരിചയത്തിലുണ്ട്. തെക്കൻ കാറ്റൂതുന്നത് കണ്ടാൽ, തെക്ക് സീനായിക്കോട് മരുഭൂമിയാണ്, സീനായി മേഖലയിൽ നിന്നും കാറ്റുയരുന്നത് കണ്ടാൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, അത്യുഗ്രമായ ചൂട് ഉയരാൻ തുടങ്ങുകയാണ്. അപ്പോൾ കാറ്റ് ഏത് മേഖലയിൽ നിന്ന് വരുന്നു, മേഘം ഏത് മേഖലയിൽ നിന്ന് ഉയരുന്നു, ഇത് മനസ്സിലാക്കിക്കൊണ്ട് കാലാവസ്ഥ പ്രവചിക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷേ കാലലക്ഷണങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്കറിയില്ല. ഞാൻ പറയട്ടെ, ശാസന സ്വരത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കാത്തത് എന്ത് എന്ന് പറഞ്ഞാൽ, ഇവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല, സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങിയവനാണ് ഈ നിൽക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ച് പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ കൈകളിൽ ചെങ്കോൽ വഹിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരേണ്ടതിന് പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി അവരുടെ കൺമുൻപിൽ നിൽക്കുകയാണ്. കാലാവസ്ഥ വിവേചിക്കാൻ കഴിയുന്ന ഇവർക്ക് ദൈവപുത്രന്റെ ആഗമനം വിവേചിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ദുരന്തമാണ് സംഭവിച്ചത്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നാം ഈ കാലഘട്ടത്തെ വിവേചിക്കണം. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം.
നിങ്ങൾക്ക് ആ വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച്, സ്തോത്രം, എല്ലാവരും ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. പുസ്തകം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി. പോരാ, ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ കയ്യിലെ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇതിനു വേണ്ടി കർത്താവിന് ശബ്ദം ഉയർത്തി മഹത്വം അർപ്പിക്കാമോ? ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം എൻ്റെ കരങ്ങൾക്ക് കൃപ തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി വാപൂട്ടി മൗനമായിട്ടിരിക്കരുത്. നടത്തിയ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ വചനത്തിന്റെ അതുല്യതയോർത്ത്, ഇതിന്റെ വൈശിഷ്ട്യമോർത്ത്, ഇതിന്റെ സത്യസന്ധതയോർത്ത്, ഇതിന്റെ ദിവ്യത്വമോർത്ത്, ഇതിന്റെ അപ്രമാദിത്വമോർത്ത്, ഇതിന്റെ അതുല്യതയോർത്ത്, ഇതിന്റെ പ്രവചന നിറവേറലോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിഞ്ഞ ഇതുപോലൊരു പുസ്തകം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങൾ, ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങൾ. എന്നാൽ മറ്റു മതഗ്രന്ഥങ്ങളെക്കാൾ ഈ ബൈബിളിന്റെ അതുല്യത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ, ഇതിന്റെ ദിവ്യത്വം, ഇതിന്റെ അപ്രമാദിത്വം, ഇത് എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സത്യവും സങ്കല്പവും സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യന്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ ശക്തിയുള്ള പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തെ നമ്മുടെ കൺമുൻപിൽ നിർത്താൻ കഴിവുള്ള ഈ ജീവന്റെ വചനത്തിന്റെ അതുല്യത അടിത്തറയിട്ടിരിക്കുന്നത് ഇതിലെ പ്രവചന നിറവേറലുകളിലാണ്. ഒന്നുകൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഓർക്കണം, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 വാക്യങ്ങൾ സുമാർ പ്രവചനങ്ങളാണ്. 8,532 വാക്യങ്ങൾ കൃത്യം പ്രവചനങ്ങളാണ്. 277 വേദഭാഗങ്ങൾ പൂർണ്ണമായും ലോകത്തിന്റെ ഭാവിയിൽ നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 3 മഹായുദ്ധങ്ങൾ ഇവിടെ ചരിത്രത്തെ നിയന്ത്രിച്ച് നടക്കേണ്ടതുണ്ട്. ബൈബിൾ ആ പ്രവചനങ്ങളുടെ മുന്നറിയിപ്പ് തരുന്നുണ്ട്. 1, അടുത്ത മഹായുദ്ധം, കൃപായുഗാന്ത്യ യുദ്ധം. 2, അർമഗദ്ദോൻ യുദ്ധം. 3, ഗോഗുമാഗോഗ് യുദ്ധം. ഈ 3 യുദ്ധങ്ങളും എപ്പോൾ നടക്കും? നടക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരിക്കും? യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും? യുദ്ധത്തിൽ നടക്കുന്ന സ്ഥലം എവിടെ വെച്ചായിരിക്കും? യുദ്ധത്തിൽ രാസായുധം, അണ്വായുധം ഇവ ഉപയോഗിക്കപ്പെടുമോ? യുദ്ധത്തിലെ പടയാളികളുടെ ശവമടക്ക്, മരിച്ചു വീഴുന്ന ഡെഡ് ബോഡികൾ എങ്ങനെ ശവമടക്കും? യുദ്ധാനന്തര ഭൂമിയുടെ സ്ഥിതി എന്തായിരിക്കും എന്നുവരെ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ എഴുതി വെച്ച ഒരു പ്രവചന ഗ്രന്ഥം ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനമാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഇതിന്റെ പുറകിൽ ചലിച്ചത് മനുഷ്യകരമല്ല, അത് മഹാദൈവത്തിന്റെ കരം തന്നെയാണ്. ഒരു പ്രവചനത്തിന് 2-1 സാധ്യതയുള്ളൂ. ഒന്നുകിൽ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കും. ഞാനിവിടെ നിന്ന് ഇന്ന് രാത്രി ഒരു പ്രവചനം പറയാൻ പോകാന്നിരിക്കട്ടെ. സ്തോത്രം, പ്രവചനം പറയാൻ പോവുകയാണ്. നാളെ രാവിലെ വളഞ്ഞുവട്ടത്ത് ഭൂകമ്പം ഉണ്ടാകും. നടക്കുമോ? നാളെ രാവിലെ വളഞ്ഞുവട്ടത്ത് ഭൂകമ്പം ഉണ്ടാകും. നടക്കുമോ? അന്യഭാഷയുടെ അകമ്പടി ഇല്ലാത്തത് കൊണ്ടാണോ നടക്കുക എന്ന് പറയുന്നത്? ഏത് പ്രവചനത്തിനും 2-1 സാധ്യതയുണ്ട്. ഒന്നീ നടക്കും, അല്ലെങ്കിൽ നടക്കില്ല. ഞാൻ ആ പ്രവചനത്തോട് ഒരു വിശദാംശം കൂടെ കൂട്ടാൻ പോവുക. നാളെ രാവിലെ 5 മണിക്ക് വളഞ്ഞുവട്ടത്ത് ഭൂകമ്പം ഉണ്ടാകും. അത് നടക്കുമോ? അതിന് 2-1 സാധ്യതയുണ്ട്. നാളെ രാവിലെ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന് 2-1 സാധ്യതയുണ്ട്. നാളെ രാവിലെ 5 മണിക്ക് ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനും 2-1 സാധ്യതയുണ്ട്. ഇനി ഞാൻ വിശദാംശം വീണ്ടും വർദ്ധിപ്പിക്കുന്നത് വിചാരിക്കുക. നാളെ രാവിലെ 5 മണിക്ക് വളഞ്ഞവട്ടത്ത് ഭൂകമ്പത്തോടു കൂടി കൊടുങ്കാറ്റും ഉണ്ടാകും. അത് നടക്കുമോ? അതിനും 2-1 സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പോ ഭൂകമ്പത്തിന് 2-1 സാധ്യത, 5 മണിക്ക് 2-1 സാധ്യത, കൊടുങ്കാറ്റിന് 2-1 സാധ്യത. ഞാൻ ചോദിക്കുന്നു,
വിശദാംശങ്ങൾ വർദ്ധിപ്പിച്ചാൽ സാധ്യതകൾ കൂടുമോ കുറയുമോ? സ്തോത്രം. വിശദാംശങ്ങൾ കൂട്ടിയാൽ സാധ്യതകൾ കുറയും. ഒരിക്കൽ കൂടി ഓർക്കുക, ഒരു പ്രവചനത്തിന് വിശദാംശം വർദ്ധിപ്പിച്ചാൽ ആ പ്രവചനം നടക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും. എന്നാൽ ഗതസമനയിലെ ശീതളഛായയിൽ വെച്ച് ദുഷ്ടശിഷ്യനായ യൂദയുടെ ആലിംഗന വിഷം ഏറ്റുവാങ്ങിയത് മുതൽ കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ കൈമാറുന്നത് വരെ 24 മണിക്കൂർ കൊണ്ട് നിറവേറേണ്ട 25 പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്നുപോലും വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ നിറവേറിയത് യാഥാർത്ഥ്യമെങ്കിൽ മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരുമെന്ന് എഴുതി വെച്ച പ്രവചനം നിറവേറുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി തല ഉയർത്തി പറയണം, ഈ പ്രവചനത്തിന് പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മഹാദൈവത്തിന്റെ കരം തന്നെയാ. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ ഇടപാടിൻ കാലങ്ങളെ വിശുദ്ധ ബൈബിൾ യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം, അടുത്ത യുഗം മനസാക്ഷി യുഗം, മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം, നാലാമത്തെ യുഗം വാഗ്ദത്ത യുഗം, അഞ്ചാമത്തെ യുഗം ന്യായപ്രമാണ യുഗം, ആറാമത്തെ യുഗം കൃപായുഗം, ഏഴാമത്തെ യുഗം സഹസ്രാബ്ദ യുഗം. ഇങ്ങനെ യുഗകാര്യ പരിപാടി ബൈബിളിലുണ്ട്. ഒരു സ്കൂൾ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുമ്പോൾ മണിക്കൂറുകൾ ക്ലാസിന്റെ ടൈം ടേബിൾ വെച്ചിട്ട് ഓരോ അധ്യാപകരും പഠിപ്പിക്കുന്ന സമയവും അവസാനം ബെല്ലടിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന ടൈമും നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആരംഭത്തിനു മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ ദൈവം മനുഷ്യകുലത്തിന്റെ ഭാവി പദ്ധതികളുടെ കൃത്യമായ പ്ലാൻ ദൈവത്തിന്റെ യുഗകാര്യ പരിപാടിയിൽ കുറിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളാണ് വിളിച്ചു പറയുന്നത്, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല, അവന്റെ കരമാണ് ചരിത്രത്തിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യുഗം ഏദൻ പൂങ്കാവനത്തിൽ ആദി മാതാപിതാക്കളെ ദൈവം ആക്കിയത് മുതൽ അവിടുന്ന് അവർ പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടമാണ് മനസ്സതെ നിഷ്കൽമഷ യുഗം. അവിടുന്ന് അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്ക്ക് പ്രളയം വരെയുള്ള കാലഘട്ടമാണ് ദൈവത്തിന് സ്തോത്രം അവിടെ രണ്ടാമത്തെ യുഗം. നോഹയ്ക്ക് പ്രളയം മുതൽ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി ഇറബ് നിന്ന് പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഈ വാഗ്ദത്ത യുഗമായി നിലകൊള്ളുന്നത്. അടുത്തത് ന്യായപ്രമാണ യുഗമാണ്. ന്യായപ്രമാണ യുഗം ദൈവത്തിന് സ്തോത്രം 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ മല സീനായി മല, രണ്ടാമത്തെ മല കാൽവറി മല. എന്തിന്? മേഘം അന്ധതമസ് കൂരിലിട്ട് വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഒരു മലയുടെ മുകളിൽ ഇറങ്ങി വന്ന് കൽപ്പനകൾ കൽപ്പലകകളിൽ അഗ്നിവിരലുകൾ കൊണ്ട് എഴുതി നൽകുന്ന സീനായി കൊടുമുടിക്കും. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് സ്വന്തം പ്രാണനെ പിതാവിന്റെ കൈകളിൽ കൈമാറുന്ന യേശു ക്രിസ്തുവിന്റെ ഗോൽഗോഥാ മലയ്ക്കും ഇടയ്ക്ക് 1500 വർഷം ചരിത്രത്തിൽ ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. അടുത്ത യുഗം കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ ആത്മയുഗമാണ്. കൃപായുഗം 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ കൃപായുഗം, അത് ന്യായപ്രമാണ യുഗം 2 മലയിടുക്കുകളിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ കൃപായുഗം 2 പുനരുത്ഥാനങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുകയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനം ദൈവമക്കളൊന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ ജനം വിളിച്ചു പറയുന്നത്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ എന്റെ കർത്താവ് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഒരുമിച്ച് വിളിച്ചു പറയുന്നു, മാനവ കുലത്തിൽ നിന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് നാം പ്രസംഗിക്കുന്ന യേശുവാണ്. അതാണ് ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്.
ഇനി അടുത്ത ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവമക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാഹളത്തിന്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കണ്ണുകൾ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസ കണ്ണുകളെ കാണണം. അത് സംഭവിക്കാനുള്ള ദിവസങ്ങളിലേക്ക് ചരിത്രം അടുക്കുകയാണ്. അതേ സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് കൂടി അടുക്കുകയാണ്. അതോടുകൂടെ ഇവിടെ സംഭവിക്കേണ്ട ചില സംഭവ പരമ്പരകളുണ്ട്. ഇതിൽ ആ കാലഘട്ടത്തെ അഥവാ ഈ യുഗത്തിന്റെ സന്ധ്യയെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രണ്ട് സംഭവങ്ങളോട് തുലനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, നോഹയുടെ കാലം പോലെ. രണ്ട്, ലോത്തിന്റെ കാലം പോലെ. രണ്ടിന്റെയും പ്രത്യേകത പറയാം. നോഹയുടെ കാലത്തിന്റെ സവിശേഷതകൾ എന്താണ്? ലോത്തിന്റെ കാലത്തിന്റെ സവിശേഷതകൾ എന്താണ്? അവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. അവർ പ്രളയത്തിന് മുൻപ് സ്തോത്രം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും പണതും പോന്നു. പ്രളയം വന്ന് എല്ലാവരെയും മൂടിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അടുത്ത വാചകം ശ്രദ്ധിക്കണം. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ചോദിക്കുന്നു, ക്രൈസ്തവ സഭയ്ക്ക് കർത്താവിന്റെ വരവ് എന്ന സബ്ജക്റ്റ് പുത്തരിയാണോ? അല്ല, പുത്തരിയല്ല. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവതരിപ്പിക്കാൻ കഴിവുള്ള വിദഗ്ധന്മാർ ഈ കാലഘട്ടത്തിൽ നന്നായി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഉണർവുകളുടെ കാലത്ത് ഇത് പലരും അവഗണിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും വേർപെട്ട ദൈവമക്കൾക്കറിയാം നമ്മുടെ പ്രതീക്ഷ കർത്താവിന്റെ വരവാണ്. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, 325 ആണ്ട് AD 318 പിതാക്കന്മാർ നിക്കിയിലെ ബിഥുനിയിൽ ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ചും രൂപപ്പെടുത്തിയ നിക്കിയ വിശ്വാസ പ്രമാണം എപ്പിസ്കോപ്പൽ സഭകളുടെ എല്ലാ ആരാധനാക്രമങ്ങളിലും ആവർത്തിച്ചു ചൊല്ലുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന പരാമർശനം ഇല്ലാത്ത ഒരു ശുശ്രൂഷകളും അവസാനിപ്പിക്കാറില്ല. ആദ്യത്തെ ഭാഗം പിതാവായി സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നേ. രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വ സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യകമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് തിരുഹിത പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ക്രൈസ്തവ ലോകം ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയാൻ പ്രാപ്തരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വേർപെട്ട ദൈവമക്കൾ. നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ കർത്താവിനെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കാത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, കാത്തിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാം എന്ന ഒരു കാര്യം നോഹയുടെ കാലത്തിന് സവിശേഷത എന്താ? സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, പ്രളയത്തിന്റെ ദുരന്തം ആ തലമുറയെ നക്കിത്തുടയ്ക്കുന്ന സമയം പ്രവചനത്തിന്റെ ശബ്ദം കൺമുൻപിൽ നിൽക്കുകയാണ്. അടയാളം കൺമുൻപിൽ നിൽക്കുമ്പോഴും വിറ്റും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിതത്തിന് മുൻഗണന കൊടുത്തു. മുൻഗണന എന്തിനു കൊടുക്കണം നമുക്കറിയില്ലേ? കൂട്ടിലെ പട്ടിക്കും വീട്ടിലെ കുട്ടിക്കും ഒരുപോലെ രോഗം ബാധിച്ചാൽ ആദ്യം ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകേണ്ടത് കൂട്ടിലെ പട്ടിയല്ല, വീട്ടിലെ കുട്ടിയെയാണെന്ന് നമുക്കറിയില്ലേ? വീട്ടിലെ കാര്യത്തിന് മുൻഗണന അറിയാം, പക്ഷെ ആത്മീയ വിഷയത്തിന് മുൻഗണന അറിയാമോ? എന്താണ് ആത്മീയ വിഷയത്തിന് മുൻഗണന? ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. യേശുവിന്റെ മടങ്ങിവരവ് എന്ന മഹത്തായ പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ കത്തിച്ചൊലിക്കാൻ കഴിയണം. സ്തോത്രം. നോഹയുടെ കാലത്ത് മുൻഗണന മാറി. ഞാൻ തൊട്ട് മുൻപിൽ ഇത് പറയാം. ലോത്തിന്റെ കാലമോ?
ദൂതന്മാർ സോദോമിലെത്തി കത്തിത്തീരാൻ തുടങ്ങുന്ന പട്ടണത്തിൽ പ്രവചന മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രസംഗ വിഷയം ഇതാണ്: ഓടിപ്പോയിക്കൊള്ളുക, പുറകോട്ട് നോക്കരുത്. എന്നാൽ ഓർക്കണം, ഈ സന്ദേശം കേട്ടവരുടെ മുൻഗണന മാറി. സൊദോം ഗൊമോറയിലേക്ക് അഗ്നികുണ്ഠങ്ങൾ കത്തിയിറങ്ങി ഒരുപിടി തീച്ചാറിൽ അത് മുങ്ങിത്തീരുമ്പോ മുൻഗണന മാറി. ഇതുപോലെ തന്നെ ഈ തലമുറയ്ക്ക് മുൻഗണന മാറിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി പ്രതീക്ഷ അകത്ത് മരിക്കാത്ത ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. പ്രതീക്ഷ മരിക്കാത്ത ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, മുൻഗണന മാറാതെ നിന്റെ മടങ്ങിവരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കത്തക്ക വിധം എൻ്റെ കാഴ്ചപ്പാടുകളെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ഈ യോഗത്തിനകത്ത് ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തിനെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിന്റെ കണ്ണൊന്ന് അടഞ്ഞു പോയാൽ അത് പാട്ട പോലെ പൊളിഞ്ഞ് നിന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് തിരുവല്ലയിലെ മോർച്ചറിയിൽ കിടത്തുന്ന ഒരു പാട്ട വണ്ടി വാങ്ങിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ല ദൈവം നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നിയമം മാറിയാൽ ഭണ്ഡാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് വസ്തു അയൽപക്കത്ത് എഴുതി വാങ്ങിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ല ദൈവം നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒന്ന് ഇരുത്തി കുലുങ്ങിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമന്റ് കെട്ടിടം പണിയാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറയിൽ എൻ്റെ അവസാനത്തെ ഉറക്കവും എൻ്റെ നാഥന്റെ മടങ്ങി വരവുമായാൽ ഞാൻ കൈവിടപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കൊതിയുള്ള ഒരു പറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്ത് ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ കാണുന്നു മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന് മീതെ നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളുടെ കണ്ണുകളിൽ കർത്താവ് ദർശനം പകരുകയാണ്. ചില ചെവികളിൽ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുന്നുണ്ട്. സാധാന്യ ബന്ധനങ്ങൾ അനേകരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തുറന്ന് വിളിച്ചു പറയണം: കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ വസിക്കും. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് എത്ര ദൈവമക്കൾ വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ധരിപ്പാനിച്ചയ്ക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഭാരപ്പെട്ടു ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അതുകൊണ്ട് കൂടാരത്തിൽ വസിച്ചാലും കൂടാരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഇന്ന് രാത്രി ഭക്തന്റെ രാത്രിത്തെ ഉറക്കത്തിന്റെ പ്രതീക്ഷയും ഒരു ഭക്തന്റെ പകലിന്റെ പ്രതീക്ഷകളും യേശുവിന്റെ വരവാണെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം: എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാനത് കാണും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ആ ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. യേശുവിന്റെ മടങ്ങിവരവ് സങ്കല്പമല്ല, യേശുവിന്റെ മടങ്ങിവരവ് ഭാവനയല്ല. യേശുവിന്റെ മടങ്ങിവരവ്, ഞാൻ നിങ്ങളെ കാണുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ എന്നെ കാണുന്നത് സത്യമാണെങ്കിൽ, ഇതുപോലെ സത്യമാണ് യേശുവിന്റെ മടങ്ങിവരവ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം: എന്റെ അകം കത്തുന്നു കർത്താവിന്റെ മടങ്ങിവരവിനായി. പിന്നെ താല്പര്യമുള്ളവരുടെ ഇരിപ്പ് കണ്ടാൽ നന്നായിട്ടറിയാം. പ്രസംഗശാസ്ത്രത്തിൽ ശരീരശാസ്ത്രം വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് പ്രസക്തമാണ്. ഇതുപോലെ വിശദീകരിക്കുന്ന കാര്യത്തോട് കൂടുതൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവങ്ങളിൽ നന്നായിട്ടറിയാം. സ്തോത്രം അല്ലേ? വിശദീകരിക്കുന്ന കാര്യത്തോട് യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ ഭാവങ്ങളിൽ നന്നായിട്ടറിയാം. കൂടെ കൂടെ യോഗത്തിലിരുന്ന് വാച്ചേ നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിർത്താറായില്ലയോ ഉപദേശി എന്നാ പറയുന്നതെന്ന് ആർക്കാ മനസ്സിലാക്കാൻ വയ്യാത്തത്? അല്ല, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന വിഷയം ഇവിടെ ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശദീകരണം മനസ്സിൽ കയറി പിടിച്ചാൽ വായിൽ രാസമാറ്റം വരെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഉണ്ടാകുമോ?
ഞാനിവിടെ നിന്ന് വാളംപുളിയെ കുറിച്ച് ഒരു പ്രസംഗം പ്രസംഗിക്കാതിരിക്കട്ടെ. വാളംപുളി അതിൻ്റെ തവിട്ട് കളറിലുള്ള തോട് പൊളിച്ചു മാറ്റി അതിനകത്തിരിക്കുന്ന ഹൽവയുടെ കളറിലുള്ള മാതളം അടർത്തിയെടുത്ത് ഉപ്പും മുളകും കൃത്യ അനുപാതത്തിൽ ഉടച്ചു ചേർത്ത് എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ നാക്ക് ചെന്ന് അറിയാതെ ചൂണ്ടേ തൊടും. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്നൊക്കെ പറയുന്നത് പോലെ മാറ്റം വരുമെങ്കിൽ യേശുവിൻ്റെ മടങ്ങി വരവെന്ന് കേട്ടാൽ സ്തോത്രം ഒലക്ക വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്റെ അകത്തെ ഇത് തൊട്ടിട്ടില്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ അറിയാതെ സ്തോത്രം പറയത്തക്ക വിധം അകം കത്തുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. അടുത്തിരിക്കുന്നയാൾ അനങ്ങാംപാറ നയത്തിലിരുന്ന് മൗനവ്രതം അനുഷ്ഠിച്ചാലും യേശുവിൻ്റെ മടങ്ങി വരവ് കേൾക്കുമ്പോൾ അറിയാതെ ജ്വലിക്കുന്ന ഹൃദയം ഈ രാത്രി ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്കൊന്ന് വരണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോകാൻ തുടങ്ങുക, സ്വർഗാരോഹണം ചെയ്യാൻ പോവുക. ആ സമയത്ത് യേശു പോകാൻ തുടങ്ങിയ ആ ബോഡി ലാംഗ്വേജ് കൈ കൂപ്പി പിടിച്ചാണോ, കൈ താത്തിട്ടാണോ, കൈ ഉയർത്തിപ്പിടിച്ചാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കൈ കൂപ്പിപ്പിടിച്ചല്ല യേശു പോയത്, കൈ താത്തിട്ടുമല്ല യേശു പോയത്, കരമുയർത്തി അവരെ ആശീർവദിക്കുകയിൽ ആണ് യേശു പോയത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്വർഗാരോഹണം സങ്കല്പമല്ല, അത് ഭാവനയല്ല, അത് മതത്തിന്റെ മിത്തല്ല. നിങ്ങൾ ഓർക്കണം, അത് ദൈവത്തിന് സ്തോത്രം മതപരമായ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഐതിഹ്യമല്ല. 500ഓളം പേർ, 1000ഓളം കണ്ണുകൾ യേശുവിനെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്ന സമയം നിങ്ങൾ തിരിച്ചറിയണം, അത് അവന്റെ ശരീരത്തെ ചെന്ന് സ്പർശിക്കത്തക്ക വിധത്തിൽ അസ്ഥിയും മാംസവും ഉള്ള ആളത്വത്തിൽ സ്ത്രീകൾ കാൽ പിടിച്ച് നമസ്കരിക്കത്തക്ക വിധം, തോമസ് മുറിവിൽ സ്പർശിക്കത്തക്ക വിധമുള്ള ശരീരത്തിൽ അവൻ നടുക്ക് നിൽക്കുന്ന സമയം 500ഓളം പേർ കണ്ണടയ്ക്കാതെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുമ്പോൾ കരമേശു അങ്ങ് ഉയർത്തി. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പർവ്വതത്തിന് മുകളിൽ മോശ കരമുയർത്തി നിൽക്കുമ്പോൾ പാളയത്തിലേക്ക് വ്യാപരിച്ച ദൈവശക്തി യോശുവയുടെ കരത്തിന് ബലം പകർന്ന് യുദ്ധത്തിന് വിജയം സമ്മാനിച്ചതുപോലെ ഈ ലോകമാകുന്ന പാളയത്തിൽ പൈശാചിക കേന്ദ്രങ്ങളോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ജനം പ്രാർത്ഥനയുടെ പടവാളെടുക്കുമ്പോൾ അവരുടെ കരങ്ങൾക്ക് കരുത്ത് പകരാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്റെ മധ്യസ്ഥതയുടെ കരങ്ങൾ ഉയർന്നിരിക്കും എന്ന ഉറപ്പോടെ യേശു നേരെ മുകളിലേക്ക് ഉയരുകയാണ്. സ്തോത്രം. മുകളിലേക്ക് 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 മുകളിലേക്ക്. നിങ്ങൾ നോക്ക്, പർവ്വതത്തിന് മുകളിൽ യേശു മുകളിലേക്ക് 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 ഉയർന്നു പോകുമ്പോൾ കണ്ണിമ വെട്ടാതെ യേശുവിനെ തന്നെ കൺകുളിർക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മുകളിലോട്ട് കയറിപ്പോകുന്ന സമയം ഒരു വെള്ളിമേഘമ പവിത്ര പാദങ്ങളെ മൂടിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന സമയം കേട്ടൊരു ശബ്ദം നിങ്ങൾക്കറിയാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവൻ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ, ഞാൻ ഉറപ്പായി പറയുന്നു, അവൻ മേഘവാഹനത്തിൽ പോയി, അവൻ മേഘവാഹനത്തിൽ മടങ്ങി വരും. അവൻ ഒലിവ് മലയിൽ നിന്ന് പോയി, അവൻ ഒലിവ് മലയിലേക്ക് മടങ്ങി വരും. അവർ പിതൃസന്നിധിയിലേക്ക് പോയി, അവൻ പിതൃസന്നിധിയിൽ നിന്ന് മടങ്ങി വരും. അവൻ ദൂത സാന്നിധ്യത്തിൽ പോയി, അവൻ ദൂത സാന്നിധ്യത്തിൽ മടങ്ങി വരും. അപ്പസ്തോലിക സഭയുടെ ആദ്യത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ പോയി. ശ്രദ്ധിക്കുക, അപ്പസ്തോലിക സഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ മടങ്ങി വരും. അതുകൊണ്ട് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അത് സാധാരണ വരവല്ല. അപ്പസ്തോലിക സഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് ആ മടങ്ങി വരവ് നേരിട്ട് കാണും. ആ മടങ്ങി വരവിന്റെ സമയം എങ്ങനെയായിരിക്കും മാനുഷിക കാഴ്ചപ്പാട്? സ്തോത്രം. ശ്രദ്ധിക്കുക, ഞാൻ നോഹയുടെ കാലത്തെ വിശകലനം ചെയ്യുന്നില്ല, അവിടെ നിന്നുകൊണ്ട് ഈ കാലത്തെ കുറിച്ച് പറയാം. ഒന്നാമത്തെ പ്രത്യേകത കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയുടെ അടിത്തറ തീർന്ന അധാർമികത തുടികൊട്ടുന്ന കാലമായിരിക്കും യേശുവിന്റെ മടങ്ങി വരവ്. നോഹയുടെ കാലം അതാ സൂചിപ്പിക്കുന്നത്. സ്തോത്രം. ബോധിച്ച ഏവരെയും ഭാര്യയായി എടുത്തു എന്ന് പറഞ്ഞാൽ 4-മത്തെയോ 5-മത്തെയോ ഭാര്യയുടെ 6-മത്തെയോ 7-മത്തെയോ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ പെരുകുന്ന കാലമായിരിക്കും ആ കാലമാണ് ഈ കാലം. സ്തോത്രം. 2,
ആ കാലഘട്ടം ശാസ്ത്രീയ ഗവേഷണങ്ങൾ അന്ന് കുതിച്ചുയർന്ന കാലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന്റെ വരവടുക്കുമ്പോൾ അന്നത്തെ ശാസ്ത്രീയ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ അത്യുന്നതിയിൽ എത്തുന്ന കാലമായിരിക്കും കർത്താവിന് മടങ്ങി വരവിന്റെ കാലം. അത് ഈ കാലമാണ്. ചന്ദ്രബിംബത്തിൽ കാലൂന്നി കാറോടിക്കുന്ന മനുഷ്യൻ ചൊവ്വയിലേക്കുള്ള യാത്രയ്ക്കും വസ്തു വാങ്ങിക്കുവാനും സജ്ജമാകുമ്പോൾ ശാസ്ത്രീയ പുരോഗതിയിലേക്ക് മനുഷ്യൻ കുതിച്ചുയരുന്നു. 3, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കാൻ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിപ്പോകുന്ന കാലമായിരുന്നു നോഹയുടെ കാലം. ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ശബ്ദം ഉയർത്തി പറഞ്ഞേ, ബാക്കിയുള്ളവരല്ലേ എന്ത് ചെയ്യേ? ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ അപ്പന്റെ പേരെന്താ? ലാമേക്ക്. 777 കൊല്ലം ജീവിച്ചിരുന്നു. പുള്ളിയുടെ ഇദ്ദേഹമല്ലാത്ത മറ്റു മക്കളും കൊച്ചുമക്കളും എന്ത് ചെയ്യാ പെട്ടകത്തിൽ? അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരെന്നാ? മെതുശലേഹ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന 969 കൊല്ലം ജീവിച്ചിരുന്ന മെതുശലേഹിന്റെ ലാമേക്കിന്റെ മകൻ നോഹയല്ലാത്ത മറ്റു മക്കളല്ലേ എന്ത് ചെയ്യേ? ഇനി അദ്ദേഹത്തിന്റെ അപ്പന്റെ പേരെന്നാ? ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. മനുഷ്യ ചരിത്രത്തിൽ അക്ഷരിക സ്വർഗാരോഹണം പ്രാപിച്ച ആ ഹാനോക്കിന്റെ മറ്റു മക്കളും കൊച്ചുമക്കളും എന്തിയേ? കായീൻ എന്ന ചോരക്കൊതിയന്റെ സ്വന്തം സഹോദരന്റെ രക്തം കയ്യിൽ പുരണ്ടവന്റെ തലമുറയുടെ കാര്യം വിട്. യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെന്ന് പറയുന്ന വിശുദ്ധ വർഗത്തിന്റെ തലമുറയിലെ ഉടലോടെ എടുക്കപ്പെട്ട വല്യപ്പന്റെ കൊച്ചുമക്കളിൽ 99 മുക്കാല് അരക്കാല് ശാകാണി മുണ്ടാണി എന്നൊക്കെ മലയാള ഭാഷ പറയുന്നത് പോലെ എല്ലാം എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 99% പെട്ടകത്തിന് പുറത്ത്, വിരളയിൽ എണ്ണാനുള്ളവൻ മാത്രം പെട്ടകത്തിനകത്ത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്ന കാലമായിരിക്കും മടങ്ങി വരവിന്റെ കാലമെങ്കിൽ ആ കാലമായി ഈ കാലം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സഭയുടെ രജിസ്റ്ററിൽ പേരുള്ളവനെ എല്ലാം തൂക്കിയെടുത്ത് ഉയർത്തി കൊണ്ടുപോകുമെന്നല്ല, വിശുദ്ധിയിൽ കറപറ്റാതെ നിർമ്മലത സൂക്ഷിക്കുന്ന ദൈവമൈതലേ, നിന്നെ നിത്യതയിൽ കാണും. അതുകൊണ്ട് ഈ രാത്രി തിരിച്ചറിയണം, കണ്ണ് തുറന്ന് തിരിച്ചറിയണം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം ചുരുങ്ങുന്ന കാലം. ഇനിയും നോഹയുടെ കാലത്തിന് ഏറ്റവും വലിയ സവിശേഷത, സ്തോത്രം, നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് നശിക്കാത്ത ഭൂമിയുടെ ദർശനം പ്രസംഗിക്കുന്നവർ ചുരുക്കമായ കാലം. എന്ന് പറഞ്ഞാൽ ഇത് നശിക്കും, നശിക്കാത്തൊരു ഭൂമി വരുന്നു. അതുകൊണ്ട് നശിക്കുന്ന ഭൂമിയിൽ നിന്ന് ഗോഫർ മരം സ്വീകരിച്ച് നശിക്കാത്ത ഭൂമിയിൽ ഉറയ്ക്കുന്ന പെട്ടകം പണിയണം. നശിക്കുന്ന ഭൂമിയല്ല, നശിക്കാത്ത ഭൂമിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രസംഗിക്കാൻ ആളില്ലാത്ത കാലം. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, കൊലയ്ക്കാൻ പോകുന്ന വാഴയുടെ 4ാമത്തെ പടലിൽ 8 കായ ഉണ്ടായിരിക്കുമെന്ന് പ്രവചിക്കാനല്ല ദൈവം എന്നെ ഇവിടെ ആക്കിയത്. ഇന്ന് രാത്രി എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണണം എന്ന് കൊതിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നശിക്കുന്ന ഭൂമിയിൽ കാലൂന്നി നിന്നുകൊണ്ട് നിത്യതയുടെ പ്രസംഗം പ്രസംഗിക്കാൻ ആളില്ലാത്ത കാലം. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അടയാളം മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ പ്രസംഗിക്കുന്നത് വിശ്വസിക്കാൻ ആളില്ലാത്ത കാലം. നിങ്ങൾക്കറിയാമോ, അടയാളം മുൻപിൽ നിൽക്കുകയാണ്, പ്രസംഗിക്കുന്നത് വിശ്വസിക്കാൻ ആളില്ല. സ്തോത്രം. പോട്ടെ, പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും വരെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറുക. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇത് സംഭവിക്കുന്നതിന്റെ പുറകിൽ എന്തോ കാര്യമുണ്ട് എന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്ന അടയാളമാണ് മുൻപിരിക്കുന്നത്. സ്തോത്രം. ഇനിയും നോഹയോട് ദൈവം പറഞ്ഞ പ്രത്യേകമായ മറ്റൊരടയാളമുണ്ട്. അത് മെതുശലേഹിന്റെ ആയുസിന്റെ അടയാളമാണ്. അടയാളം മുൻപിൽ നിൽക്കുന്നു, പക്ഷെ വിശ്വസിക്കാൻ ആളില്ല. മഹാകവി കെ വി സൈമൺ സാർ വേദവിഹാരത്തിൽ കുറിച്ചിരിക്കുന്നത് പോലെ, മൂടനാണ് ഇയാൾ, അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പ്രസംഗം കേട്ട്, നോഹയുടെ പ്രസംഗം കേട്ട് നാട്ടുകാർ പറയുന്നതാ. മൂടനാണ് ഇയാൾ, അയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ? ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്, പക്ഷേ 1-2 കുളി എണ്ണ വെച്ച് കുളിച്ചീടിൽ കുറെയൊക്കെ മാറും. ഈ ചറുപറ പറയുന്നതും മാറും.
കണ്ട മനുഷ്യരോടെല്ലാം ജലപ്രവാഹം ഉണ്ടാകുമെന്ന് തൊണ്ടവിട്ടലറിയാനുണ്ടാകുമോ ജലപ്ലാവം, ഇല്ലാത്ത കുണ്ടാമണ്ടി ഒപ്പിക്കും ഇങ്ങേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പരിഹസിക്കാൻ തുടങ്ങിയത്. ആരൊക്കെ പരിഹസിച്ചാലും അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം. നോഹയുടെ കാലം പോലെ തന്നെ കൺമുൻപിൽ അടയാളം നിൽക്കുമ്പോഴും കർത്താവിന്റെ മടങ്ങിവരവ് വിശ്വസിക്കാത്ത ഈ തലമുറയ്ക്ക് നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയി, ഈ രാത്രി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ, ഈ ഗ്രൗണ്ട് വിട്ടു പോകുന്നതിന് മുൻപ് വരവിനായി ഒരു പടി കൂടെ ഒരുങ്ങിക്കൊണ്ട് വേണം ഈ രാത്രി നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ. അങ്ങനെയെങ്കിൽ ഇതുപോലെ ചരിത്രം സജ്ജമാകുന്ന ഒരു കാലം നിങ്ങൾക്കറിയാമോ? അതിപ്രധാനമായി സംഭവിക്കേണ്ട 3 മഹായുദ്ധങ്ങളിൽ അടുത്ത മഹായുദ്ധം അതെപ്പോൾ സംഭവിക്കും? അതിന്റെ ശാക്തിക ചേരികൾ ആരൊക്കെയായിരിക്കും? അത് നടക്കുന്ന യുദ്ധസ്ഥലം എവിടെയായിരിക്കും? ലോക ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഞാൻ ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കുമ്പോൾ പലസ്തീനോട് അതിര് കവിഞ്ഞ താല്പര്യമോ ഇസ്രയേലിനോട് അതിര് കവിഞ്ഞ ഭക്തിയോ അല്ല എന്നെ പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതികളോട് ഭീകരമായ അപലപിക്ക തന്നെ വേണം എന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നടക്കാൻ തുടങ്ങുന്ന പ്രാവചനിക മുന്നറിയിപ്പുകൾ പരിശുദ്ധാത്മാവിൽ നാം ശ്രദ്ധിക്കണം. സ്തോത്രം. മനുഷ്യ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. കായിൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധമുണ്ട്. മാനവ ചരിത്രത്തിൽ 2 മഹായുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യുദ്ധം, 1-ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ ഇവിടെ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ യുദ്ധം 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധം 550 ലക്ഷം പേർ, 5.5 കോടി പേർ ഇവിടെ കൊല്ലപ്പെട്ടു. 5.5 കോടി പേരെ കൊന്നുമുടിച്ച 2-ാം ലോക മഹായുദ്ധം കൊണ്ടും കാര്യമായി ഒന്നും മനുഷ്യൻ പഠിച്ചിട്ടില്ല. എന്നാൽ അടുത്ത ഒരു മഹായുദ്ധം ഇവിടെ സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ അതിനെ യുഗാന്തി യുദ്ധം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ, ആ യുദ്ധത്തിന്റെ സമയം എപ്പോഴായിരിക്കും? ആ യുദ്ധത്തിന്റെ സമയം എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കണം. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നിങ്ങൾ ഒന്ന് ഓടിച്ചു വന്നാട്ടെ. വളരെ വേഗം ഈ ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. ലോകരാഷ്ട്രങ്ങളെ തന്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തന്നെ മുൻപിലും കണ്ടുകൊണ്ട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെഹെസ്കേൽ പ്രവാചകൻ പ്രവചനം കുറിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിന്റെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിലായ മധ്യപൂർവ്വ പ്രദേശത്ത് ഒരു മഹായുദ്ധം സംഭവിക്കുമെന്നും ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ ആരായിരിക്കുമെന്നും നിങ്ങളുടെ മുൻപിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി ഒരു കയ്യിൽ പത്രക്കുറിപ്പുകളുടെ വിശകലനവും മറുകൈയിൽ ജീവന്റെ വചനത്തിന്റെ പ്രാവചനിക മുന്നറിയിപ്പും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒന്ന് വായിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിലേക്ക് വേഗം ഒന്ന് വന്നാട്ടെ. അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു വായിക്കണം. അതിൽ 1-ാമത്തെ ചോദ്യം ഒരു ഉത്തരമായി പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. 1, ഇതിന്റെ സമയം എപ്പോഴായിരിക്കും? ശബ്ദം ഉയർത്തി ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിന്റെ സമയം എപ്പോഴായിരിക്കും? ഈ മഹായുദ്ധത്തിന്റെ സമയം നിങ്ങൾ അതിനെ 38-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കേണ്ടതാണെങ്കിലും അതിൽ ദൈവത്തിന് സ്തോത്രം 8-ാമത്തെ വാക്യത്തിലേക്ക് വേഗം ഒന്ന് വരണം. അതിന്റെ സമയം എപ്പോഴായിരിക്കും? വായിച്ചാട്ടെ വേഗം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വമർപ്പിക്കാമോ? എപ്പോഴായിരിക്കും ഈ യുദ്ധത്തിന്റെ സമയം? നമുക്കറിയാം, ഭീകരതകൾ ഭയങ്കരമാണ്. ഞാൻ ഓർക്കുന്നു, ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന പരാമർശനം ഗ്രഹിക്കുമ്പോൾ 2.5 സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ അമ്പും വില്ലും വാളും കൊണ്ട് മനുഷ്യൻ യുദ്ധം ചെയ്യുന്ന കാലത്ത് അണ്വായുധം ഉപയോഗിക്കുന്ന യുദ്ധമായിരിക്കുമെന്ന് തെളിയിക്കപ്പെടത്തക്ക രേഖയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എവിടെയായിരിക്കും യുദ്ധം? സമയം എപ്പോഴാ? വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന
ഇസ്രയേൽ പർവ്വത നിരകളിലേക്ക് തന്നെ. നിങ്ങൾക്കറിയാമോ, ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമായ ഇസ്രയേൽ. ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവനെ ക്രൂശിക്ക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ ആ ജനത യേശുവിന്റെ രക്തത്തിന്റെ കണക്ക് കയ്യോടെ കണക്കിന് തീർത്തു. AD 70 ടൈറ്റസിന്റെ സൈന്യം യെരുശലേമിലേക്ക് അടുത്തു. വിശദീകരിക്കുന്നില്ല. 13,56,000 അരിഞ്ഞു വീഴ്ത്തി. ആ സമയം ആലിപ്പഴവും പെരുമഴയും ഒരുപോലെ പെയ്തിറങ്ങിയപ്പോൾ ഡെഡ് ബോഡിയോടൊപ്പം വെള്ളം കൂടെ ഉയർന്നു. കുതിരയുടെ കടിവാളങ്ങളോളം ചോരപ്പുഴ എന്ന് പറയത്തക്ക വിധത്തിൽ ലിറ്ററലായി ആ മണൽ സംഭവിച്ചു. ടൈറ്റസിന്റെ നേതൃത്വത്തിൽ അന്തോണിയ കോട്ട എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കോട്ടയുടെ അടുക്കലേക്ക് സൈന്യം അടുക്കുകയാണ്. ടൈറ്റസിന്റെ തൊട്ടടുക്കൽ അദ്ദേഹത്തിന്റെ ഏറ്റവും നിതാന്ത സ്നേഹിതനായ ജോസീഫസ് എന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ആന്റിക്വറ്റേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ടൈറ്റസിനെ ജോസീഫസ് സ്വാധീനിച്ചു ദേവാലയം നശിപ്പിക്കരുതെന്ന് പറയാൻ. നശിപ്പിക്കരുതെന്ന് കൽപ്പനയും കൊടുത്തു. പക്ഷേ ഒരു പടയാളി കൽപ്പന തെറ്റിദ്ധരിച്ച് വലിച്ചെറിഞ്ഞ ഒരു അരക്ക് പന്തം ദേവാലയത്തിന്റെ ദേവദാരു മകുടക്കൂട്ടിലേക്ക് പറന്നു പറ്റി. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റസ് വിളിച്ചു പറഞ്ഞു, ആ തീ കെടുത്ത് എന്റെ പിടിച്ചടക്കലിന്റെ സ്ഥിര സ്മാരകമാക്കി ഈ തങ്കക്കുട കെട്ടിടം നിർത്തണം. സൈന്യങ്ങൾ ചിലർ ഈ തീ കെടുത്താൻ ഓടി അകത്തോട്ട് കയറി മുകളിലെ സ്റ്റെപ്പിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുണ്ടായിരുന്ന എരിവുകാർ, എസേന്യർ, കഠാരക്കാർ, ഈ വിപ്ലവകാരികൾ ഇവരുടെ മേൽ ചാടി വീണു. തുടർന്ന് നടന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ശവശരീരങ്ങൾ ആ ദേവാലയ അങ്കണത്തിൽ ചിതറി വീണു. പുറകോട്ടുമാറിയ സൈന്യം പിന്നെ ഒന്നിനു പുറകെ ഒന്നായി പന്തങ്ങൾ ദേവാലയത്തിന്മേലെറിഞ്ഞു. കത്തി ഉയരുന്ന സമയം സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിനകത്ത് പ്രാണരക്ഷാർത്ഥം അകത്ത് കയറിയിരുന്നു. വെന്തെരിയുമ്പോൾ നിലവിളി മാനം മുട്ട ഉയർന്നു. അപ്പോൾ ജോസീഫസ് എഴുതിയിരിക്കുന്ന വാർത്ത വായിച്ചാൽ ഹൃദയം പൊട്ടും. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സൈന്യത്തിന്റെ മുൻപിലത്തെ നിരയിൽ ടൈറ്റസ് ഇയാൾ മുട്ടുകുത്തി നിന്ന് 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിതാണ്: അയ്യോ ദൈവമേ, നശിപ്പിക്കരുതെന്ന് ഞാൻ കൽപ്പന കൊടുത്തു, നശിപ്പിക്കൂ എന്ന് നീ കൽപ്പന കൊടുത്തു. എന്റെ കൽപ്പനയല്ല ജയിച്ചത്, നിന്റെ കൽപ്പനയാ ജയിച്ചത്. ഒരു ദൂത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ ഇടിക്കരുതെന്ന് പറഞ്ഞാലും എന്റെ ദൈവം ഇടിക്കാൻ കൈ ഉയർത്തിയാൽ, വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ദൈവം ഇടിക്കാൻ കൈ ഉയർത്തിയാൽ പണിയാൻ കഴിവുള്ള ഒരുത്തനും ഇതിനകത്തില്ല. എന്നാൽ എന്റെ ദൈവം പണിയാൻ കൈ ഉയർത്തിയാൽ ഇടിക്കാൻ പ്രാപ്തനും ഇതിനകത്തില്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, എന്റെ ദൈവം ഇടിക്കാൻ കരമുയർത്തി. 4 വശത്തേക്കും അവർ ചിതറി. ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷത്തെ കൊന്നൊടുക്കിയ ഭീകരത. ജോലി തരാം, എൻട്രൻസിൽ പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കത്തിച്ച് തീർക്കാൻ തയ്യാറെടുക്കുന്ന വലിയ ടിൻഷീറ്റ് കെട്ടിടങ്ങൾക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഒടുവിലത്തെ എൻട്രൻസ് ഡോറും അടയുമ്പോൾ ബാത്റൂം അന്വേഷിച്ചവർ ഒരു ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്നതും പുറത്തേക്ക് പ്രവഹിച്ചത് ഗ്യാസ് ആയിരുന്നു. വന്നു വീണത് ഡെഡ് ബോഡികൾ പിടയ്ക്കുക. അത് ബെൽറ്റിലേക്ക് നേരെ മറിഞ്ഞു. സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു വലിയ കുട്ടകങ്ങളിലേക്ക്, വെള്ളത്തിലേക്ക്. ബോഡി വന്ന് കുട്ടകങ്ങളിലേക്ക് വീഴുമ്പോൾ കാലിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന ചോര മാറ്റിയിട്ട് ഈ കുട്ടകങ്ങളിലകത്തെ ഗ്യാസ് കൊണ്ട് വെള്ളം കുത്തിത്തിളയ്ക്കുമ്പോൾ ഓരോ മനുഷ്യ മാംസത്തിൽ നിന്നും വെന്തുമാറ്റുന്ന നെയ്യ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിൽക്കേണ്ടതിന് കുട്ടകത്തിനകത്ത് പുഴുങ്ങിയെടുത്ത നെയ്യ് വെട്ടിമാറ്റാൻ 60 ലക്ഷം യഹൂദന്റെ ശരീരത്തിന്റെ നെയ്യ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, യൂറോപ്പിലെ ഷവറിന്റെ കീഴിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ദേഹത്ത് പതയുന്ന സോപ്പ് യഹൂദന്റെ ചോരയിൽ നിന്നും വാറ്റിയെടുത്ത നെയ്യ് കൊണ്ട് തയ്യാറാക്കിയതായിരുന്നു പറഞ്ഞാൽ, ആ ചോരയ്ക്ക് അവർ കൃത്യമായി കണക്ക് കൊടുത്തു. ഇന്ന് രാത്രി ഒരു ദൂതൂടെ വിളിച്ചു പറയട്ടെ, അവനെ കണക്ക് പറയിപ്പിച്ച രക്തം എന്നെ കഴുകിയെടുത്ത രക്തമാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം. ആ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ ബൈബിൾ പ്രവചനങ്ങളിൽ
ആ ജനത ഇനിയും മടങ്ങി വരേണ്ടതുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പുണ്ട്. ആമോസിന്റെ പ്രവചനത്തിലേക്ക് ഒരു വാക്യം നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് ഞാൻ കൊണ്ടുവരികയാണ്. വേഗം ഒന്ന് വായിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമോസിന്റെ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അത് ഇരമ്യ പ്രവചനം, അത് ആമോസിന്റെ പ്രവചനം വായിക്കാൻ സമയമില്ലെങ്കിലും ഇരമ്യ 30:1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, ഇരമ്യ 30:1 മുതൽ പെട്ടെന്ന് വായിച്ചാട്ടെ. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. ആമോസ് വിശദീകരണങ്ങൾ കൂടുമ്പോൾ സമയം മുൻപോട്ട് പോകുന്നു. ഇരമ്യ പ്രവചനം 30 മാത്രം ഒന്ന് വായിച്ചാൽ 1 മുതൽ. വേഗം വേഗം. യഹോവയിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വായിച്ചാട്ടെ. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ആ കരം നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിന്നാൽ അരുളി ചെയ്ത ദൈവത്തിന്റെ കരം പ്രവചനം നിവർത്തിയാക്കും. ചരിത്രത്തിൽ ദൈവത്തിന്റെ കരം അതിനുവേണ്ടി ചലിച്ചു. മണിക്കൂറുകൾ വിശദീകരിക്കണം. ദൈവിക കാര്യപരിപാടി 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോകമഹായുദ്ധത്തിൽ ചലിച്ചത് നിങ്ങൾക്കറിയാമോ? ആ പ്രവചന ദിവസത്തിന്റെ കാലക്കണക്ക് പോലും ഈ ബൈബിൾ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. 1918 അടുത്ത കാലഘട്ടത്തിൽ ഇവർക്ക് തിരിച്ച് പലസ്തീന്റെ മണ്ണിൽ കയറേണ്ടതിന് ദൈവമൊരുക്കിയ സമയം പോലും ഇത് ആവർത്തന പുസ്തകത്തിന്റെ കാലഗണനയുമായി കണക്ക് കൂട്ടുമ്പോൾ കൃത്യ ടൈമിൽ തന്നെ അവരെ മടക്കി കയറ്റാൻ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ ജനത തിരിച്ചവിടെ കയറും. ആ കയറി കഴിയുന്നത് നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്ത് അഥവാ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന്, നിങ്ങൾ 38-ാം അധ്യായത്തിൽ ആ പരാമർശനം നോക്കിക്കാട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ വസിക്കുന്ന സമയമായിരിക്കും നീ കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധസമയം പലസ്തീന്റെ മണ്ണിൽ യഹൂദൻ തിരികെ വന്ന് പാർക്കുന്ന കാലഘട്ടമായിരിക്കും. സ്തോത്രം. ആ കാലഘട്ടം മറ്റൊരു കാലഘട്ടമല്ല. ആ കാലഘട്ടം ഈ കാലഘട്ടം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന യുദ്ധായുധങ്ങൾ ഏതൊക്കെയായിരിക്കും? ഞാൻ ചോദിക്കുന്നു, ഈ ബൈബിൾ പ്രവചനത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് പ്രവചനമുണ്ടോ? ഞാൻ പറയുന്നു, അണ്വായുധം ഉപയോഗിക്കപ്പെടും എന്ന് മാത്രമല്ല, ആ യുദ്ധം വ്യോമയുദ്ധമായിരിക്കും എന്ന് വരെ പ്രവചനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ 9-ാമത്തെ വാക്യം അതിന്റെ വിശകലനമാണ്. പെട്ടെന്ന് വായിച്ചാട്ടെ. 9-10 വായിച്ചാൽ മതി. പെട്ടെന്ന് വായിച്ചാട്ടെ. 9-10 38-9. നീ മഴക്കോൽ പോലെ കയറി വരും. എങ്ങനെയായിരിക്കും യുദ്ധം നടക്കുക? യുദ്ധം നടക്കുന്നത് തറയിൽ കൂടെ നടന്നു വന്നല്ല, ആകാശത്തുകൂടെ പറന്നു കയറിയായിരിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. ഞാൻ ചോദിക്കുന്നു, യുദ്ധവിമാനങ്ങളുടെ കളർ എന്താണ്? ചുമപ്പല്ല, വെള്ളയല്ല, നീലയല്ല, മേഘത്തിന്റെ കളറാണ്. കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖ് കീഴടക്കിയപ്പോൾ ഇറാഖിനെ തിരിച്ചു പിടിക്കേണ്ടതിന് നേരെ അമേരിക്കൻ പോർവിമാനങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിനെ മൂടുന്ന സമയം മനോരമയിൽ വന്നൊരു വാർത്തയുണ്ട്. കാർമേഘത്തിന്റെ കളറിലുള്ള യുദ്ധവിമാനങ്ങൾ ബാഗ്ദാദിന്റെ തലപ്പത്ത് പറന്ന് കയറി നിൽക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മേഘം ആകാശത്തെ മറയ്ക്കുന്നത് പോലെ ഇരുന്നു. ബൈബിൾ പറയുകയാണ്, നീ മഴക്കോൾ പോലെ കയറി വരും, നീ മേഘം പോലെ ദേശത്തെ മൂടും. അങ്ങനെയാണെങ്കിൽ യുഗാന്ത്യ യുദ്ധം വ്യോമയുദ്ധമായിരിക്കും എന്ന് എഴുതി വെച്ച ജീവന്റെ വചനം കൈകളിൽ പിടിച്ചിരിക്കുന്ന ദൈവമക്കൾ ഇത് കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തിയിട്ട് പറയണം, എന്റെ കർത്താവ് ഈ തലമുറയിൽ മടങ്ങി വരും. അതിലേക്ക് സംഭവങ്ങൾ സജ്ജമായി ഒരുങ്ങുകയാണ്. ഇനിയും ഈ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ? ചേരികളെ കുറിച്ച് ഞാൻ പറയാം. അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ? നിങ്ങൾ ഓർക്കണം, 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കറുത്ത തിങ്കളാഴ്ച
ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഹിരോഷിമയുടെ തലപ്പത്ത് കൂടെ 3 യുദ്ധവിമാനങ്ങൾ പറന്നു നീങ്ങുകയാണ്. നടുവിലത്തെ വിമാനത്തിൽ നിന്ന് 36,000 അടി ഉയരത്തിൽ നിന്ന് പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരിങ്ങ വലിപ്പത്തിൽ 13.5 കിലോ ടൺ ഭാരമുള്ള ഒരു അണ്വായുധം താഴേക്ക് ഇറങ്ങുന്നു. സ്തോത്രം. അത് 16,000 അടി ഉയരത്തിൽ വന്ന് പൊട്ടിത്തെറിച്ച് നീലയായി, പച്ചയായി, മഞ്ഞയായി, വെള്ളയായി ഒരു ഭീകര രാക്ഷസ കൂൺ പോലെ കുടവിരിച്ചപ്പോൾ 1,20,000 നിരപരാധികൾ കത്തി മുകളിലേക്ക് ഉയരുകയാണ്. രാസായുധം ഉപയോഗിക്കപ്പെടും എന്ന സ്വപ്ന ബൈബിളിലുണ്ട്. എന്നാൽ ആണവായുധം ഉപയോഗിക്കപ്പെടും എന്ന പരാമർശനമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സമയത്ത് ഒരു കോൺവെന്റിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഒരു കന്യാസ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപറ്റം കുട്ടികൾ ഒരു പാലത്തിന്റെ ഭാഗത്തേക്ക് രാവിലെ 8 മണി സ്കൂളിൽ പോകാൻ നടന്നു വരികയാണ്. അതിന്റെ മറ്റൊരു ഭാഗത്താണ് വന്ന് ബോംബ് വീണത്. വീണതോടുകൂടെ ഈ കുട്ടികൾ യാത്ര ചെയ്യുന്ന പാലത്തിന്റെ വലിയ സ്ലാബ് അടിയിലൂടെ പൊട്ടിപ്പൊങ്ങി. നോക്കിയപ്പോൾ അടിയിലൂടെ ഒഴുകുന്ന നദി കലത്തിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ തിളച്ച് ആവിയായി പൊങ്ങുമ്പോൾ നിരവധി വാഹനങ്ങൾ ഒഴുകുന്ന ഈ സ്ലാബ് ആ ഉഗ്രമായ താപത്തിൽ കലത്തിന്റെ മുകളിലത്തെ മൂടി വെള്ളം തിളയ്ക്കുമ്പോൾ കിടുകിട വിറയ്ക്കുന്നത് പോലെ ഈ സ്ലാബ് ഈ നദിയുടെ മുകളിൽ കൂടി തെന്നി തെന്നി നടന്നു. കുട്ടികൾ ആവിയായി മുകളിലേക്ക് പൊങ്ങി. സ്തോത്രം. ഈ സമയം ഒരു യുദ്ധ വാഹനത്തിൽ 15ഓളം പടയാളികൾ ഈ ബോംബ് വീണ സ്ഥലത്തെ ലക്ഷ്യമാക്കി ഒരു വാഹനത്തിൽ വരികയാണ്. വണ്ടി നിർത്തിയിട്ട് 6ഓളം പടയാളികൾ നേരെ ആ യുദ്ധ ബോംബ് വീണ ഇടത്തേക്ക് യാത്ര ചെയ്തു. പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് അവർ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് വാഹനത്തിൽ ഇരിക്കുന്നവരുടെ കൺമുൻപിലേക്ക് വന്നപ്പോൾ ഒരു പ്രതിഭാസം നടന്നു. നിൽക്കുന്ന ഇവർ കത്തി വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് കുതിച്ചുയരുകയാണ്. ഫ്യൂഷൻ സംഭവിക്കുകയാണ്. അറിയാതെ ഇവർ വാഹനത്തിൽ നിറങ്ങി ഈ വീണ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ, കെട്ടിപ്പിടിക്കാൻ, കയ്യിൽ കോരാൻ ശ്രമിക്കുമ്പോൾ ആസിഡ് പൊള്ളുന്നത് പോലെ ഈ ബോഡികൾ തൊട്ടവരുടെ ശരീരത്തിന്റെ ഉള്ളും പുറവും കത്തി. അണ്വായുധത്താൽ കത്തി വീണ ഏത് ജൈവ വസ്തുക്കളിലും ഒരാൾ തൊട്ടാൽ, ചെർണോബിൽ ആണവ റിയാക്ടർ ദുരന്തം ഓർമ്മയുണ്ടോ? ഒരു പൊടിപടലത്തിൽ തൊട്ടാൽ അണ്വായുധ റേഡിയേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രം എന്ന ഒരു രോഗാവസ്ഥയുണ്ട്. അണ്വായുധ അവശിഷ്ടങ്ങളിൽ ഒരസ്ഥിയിൽ അണ്വായുധം കൊണ്ട് കത്തി വീണ ഒരു വ്യക്തിയുടെ അസ്ഥിയിൽ പോലും തുടരുത്. വിദഗ്ധ സംഘം വന്ന് ഈ അസ്ഥി മാറ്റി അടക്കാതെ മനുഷ്യകരം അതിനെ തൊട്ടാൽ റേഡിയേഷൻ അത്യുഗ്രമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവാചകൻ ഇത് കുറിക്കുമ്പോൾ നിങ്ങളൊന്ന് എടുത്താട്ടെ, യുദ്ധാനന്തരം ശരീരഭാഗങ്ങളോട് കാട്ടുന്ന പ്രതികരണത്തിന്റെ വെളിച്ചത്തിൽ ഏതായുധമാണ് ആ മണ്ണിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി ഗ്രഹിക്കാം. 39-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 39:15. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ കേട്ടോ, യുദ്ധം നടന്ന ഭൂമിയിൽ കത്തി വീണ ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങളോട് എങ്ങനെ പെരുമാറണം? വായിച്ചാട്ടെ. അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ കേട്ടോ, നേരിട്ട് തുടരുത്, ഒരു അടയാളം വെക്കണം. വായിച്ചാട്ടെ. അടയാളം ചെയ്യുന്നവർ, അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി. നിങ്ങൾ ഓർക്കണം, യുദ്ധഭൂമിയിൽ കത്തി വീണ അസ്ഥികളിൽ നേരിട്ട് തൊടാതെ വിദഗ്ധ സംഘം വന്ന് എടുത്തുകൊണ്ട് അസ്ഥി പോലും പോകത്തക്ക വിധത്തിൽ എന്തോ സംഭവിക്കുന്ന ആയുധമായിരിക്കും ഈ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതെന്ന് ആറ്റമിക് റേഡിയേഷനെ കാണുന്നതിന് മുമ്പ് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ എഴുതി വെച്ച ജീവന്റെ വചനം കൈകളിലിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുക. ഇത് സാധാരണ യുദ്ധമല്ല, ഇത് അണ്വായുധ യുദ്ധം തന്നെയായിരിക്കും. ഇനി
ഇതിന്റെ ചേരികൾ ആരൊക്കെയായിരിക്കും? ആരോടും കൂറോ പ്രതിബദ്ധതയോ പ്രത്യേക ശത്രുതയോ എനിക്കില്ല. എന്നാൽ ബൈബിൾ വെളിച്ചത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ ചേരിതിരിവ് ഒരു സെക്കൻഡ് നോക്കണം. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നാരിഞ്ഞത്തോട് പോലെയുള്ള പച്ചപ്പട്ടു പിരിച്ച ഈ ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളും പലസ്തീന്റെ പ്രശ്നത്തിന്റെ പുറകിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന രംഗങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഞാൻ ഇനി പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 39-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് 38-ാം അധ്യായത്തിന്റെ മനുഷ്യപുത്ര, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. 5-ാമത്തെ വാക്യം, അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോര്യം ധരിച്ച പാർസികൾ, കൂശ്യർ, ഉത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക. രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് താടിയരിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത പാർസിയർ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമഗ്രഹവും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ ശത്രു രാജ്യങ്ങളായി രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങുന്ന രാജ്യങ്ങളെ ഉൽപ്പത്തി 10-ന്റെ ജീനിയോളജി അനുസരിച്ച് പറഞ്ഞാൽ, രോഷ് റഷ്യ, മേശക് മോസ്കോ, തൂബൽ സൈബീരിയ, പാർസികൾ ഇറാൻ, എന്തിന് കൂശ്യർ എത്യോപ്യ, പൂത്യർ ലിബിയ, ഗോമേർ അത് ടർക്കി, വടക്കേറ്റത്തുള്ള തോഗർമാഗ്രഹം വെസ്റ്റ് ജർമ്മനി. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. റഷ്യയും മോസ്കോയും സൈബീരിയയും ഇറാനും എത്യോപ്യയും ലിബിയയും ടർക്കിയും ജർമ്മനിയും ഒരു വശത്ത് മാറി നിന്നുകൊണ്ട്, ഇനിയും മറുവശത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 13-ാമത്തെ വാക്യം, ശെബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും നിന്നോട്. ശെബ, ദദാൻ എന്ന് പറയുന്നത് സൗദിയും കുവൈറ്റും എന്ന് തെളിയിക്കാൻ ന്യായങ്ങളുണ്ട്, വിശകലനം ചെയ്യുന്നില്ല. ഇനിയും തർസീസ് വർത്തകന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടനെ കുറിക്കുന്നു. അതിൽ നിന്ന് കുടികയറിയിട്ടുള്ള രാജ്യങ്ങൾ അഥവാ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക ആദിയായ പാശ്ചാത്യ രാജ്യങ്ങൾ. ഇങ്ങനെയെങ്കിൽ ചേരിതിരിവ് ഉണ്ടാകാൻ തുടങ്ങുന്നു. പേർഷ്യൻ മഹശക്തികൾ റഷ്യയുമായി കരം കൊടുത്ത് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു പടയൊരുക്കം ഒരു വശത്ത്, ബ്രിട്ടന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടെ ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ചില അറബി രാജ്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് മറുവശത്ത് രണ്ട് ചേരികളായി ഒരു ഘോരമായ അന്ത്യയുദ്ധം ചരിത്രത്തിൽ നടക്കും. ഇതിന്റെ കേളികൊട്ടലും ചിലമ്പൊലികളും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന സമയത്ത് സഭ ഈ രാത്രി കണ്ണുയർത്തേണ്ടത് പലസ്തീനിലേക്കല്ല, സഭ കണ്ണുയർത്തേണ്ടത് മടങ്ങി വരവിലേക്കാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ കൈവിടപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ശബ്ദം ഉയരട്ടെ. ഒരു വാപ്പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. വിശദീകരണങ്ങൾക്ക് ഇനിയും സമയമെടുക്കുന്നില്ല. എല്ലാം നാവിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും വേദപുസ്തകം ഒന്ന് അടച്ചു വെച്ച് ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാൻ തുടങ്ങുന്ന സമയമാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ കൈവിടപ്പെടും. അന്ന് 2 പേർ ഒരു തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ കൈവിടപ്പെടും. നിങ്ങളുടെ കർത്താവ് ഏതു നേരത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് നിങ്ങൾ ഉറക്കം വിട്ട് ഉണരേണ്ട രാത്രിയാണ് ഈ രാത്രി. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ രാത്രി നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു അനർത്ഥത്തിന്റെ മണിമുഴക്കം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപകടകരമായി ചിലത് സംഭവിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ, ഒരു മഹായുദ്ധത്തിന്റെ ദുരന്തം ഇവിടെ കരങ്ങൾ ഉയർത്താൻ തുടങ്ങുമ്പോൾ, എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന് വേണ്ടി ചരിത്രത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടത്തക്ക വിധം എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഉയരണം. പ്രാർത്ഥന ഉയരട്ടെ.
ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ജ്വലിക്കുന്ന യേശുവിന്റെ കണ്ണുകൾ ഈ യോഗത്തിനകത്ത് ചുറ്റിത്തിരിയുന്നുണ്ട്. നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. 10,000 മീനോടുന്ന ഗലീല കടലിൽ ചതുരദ്രമപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട എൻ്റെ നാഥന്റെ കണ്ണുകൾ ഇന്ന് രാത്രി യോഗത്തിൽ ജ്വലിച്ചു കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴിവക്കിലായാലും പുഴവക്കിലായാലും വീടിന്റെ സിറ്റ് ഔട്ടിലായാലും ടെറസിന്റെ മുകളിലായാലും വ്യാപാര സ്ഥാപനത്തിനകത്തായാലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഉള്ളറകളോട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ കൂടെപ്പിറപ്പ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിനാശകരമായ കാലങ്ങൾ മുൻപിൽ വരാൻ തുടങ്ങുന്നു. പുരുഷൻ പ്രസവിക്കാറുണ്ടോ? ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുക്കത്തക്ക വിധം ഏത് മുഖവും വിളറത്തക്ക വിധം എന്റെ ദൈവത്തിന്റെ കരം ഈ ഭൂമിക്കെതിരെ ഉയരാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഈ രാത്രി ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരണമേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കറിയാമോ, ഒരു നിമിഷം ശ്രദ്ധിക്കണേ. സംഭവത്തിന് സമയമടുക്കുമ്പോൾ പെട്ടെന്നായിരിക്കും കാര്യപരിപാടികൾ നീങ്ങുക. നിങ്ങൾ ആവർത്തന പുസ്തകവും ദൈവത്തിന് സ്തോത്രം ലേവ്യ പുസ്തകവും വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ ശിക്ഷണത്തിന് ദൈവം വെച്ചിരിക്കുന്നത് 7 കാലം അഥവാ 7 ടൈംസ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 7 വർഷം 360 ദിവസം ഉള്ള 2520 ദിവസമാണ്. അഥവാ BC 606 അവർ തിരസ്കരിക്കപ്പെട്ടതാണ് പലസ്തീന്റെ മണ്ണിൽ നിന്ന്. അവർ തിരിച്ചു കയറുമ്പോൾ 2520 വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും എന്നാണ് പ്രവചന വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയത്. 1914 ശ്രദ്ധിച്ചു കേൾക്കണേ, 1914 മുൻപ് കർത്തൃദാസന്മാർ പ്രസംഗവേദിയിൽ പ്രസംഗിച്ചു. 1914 ഒരു നിർണായക വർഷമായിരിക്കും. എന്തോ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അന്ന് സംഭവിക്കാൻ പോകുകയാണ്. ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡ് തന്റെ ഭാര്യ സോഫിയോടുകൂടെ അവരുടെ വിവാഹത്തിന്റെ 14ാമത്തെ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് യാത്ര ചെയ്യുന്നു. ആ സമയം ഒരു ഗ്രാനൈഡ് പ്രയോഗത്തിൽ 60ഓളം ആളുകൾ മുറിവേറ്റി വീഴുന്നു. അതിൽ ചില ആളുകൾ മരണത്തോടടുക്കുമ്പോൾ ആ ആളുകളെ കാണേണ്ടതിന് ഫെർഡിനാൻഡോ തന്റെ വാഹനം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടുന്നു. ഒരു വഴിവക്കിൽ നിർത്തി വഴി ചോദിക്കുമ്പോൾ ഒരു വിപ്ലവകാരി ഫെർഡിനാൻഡോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവരുടെ വിവാഹത്തിന്റെ 14ാം വാർഷികത്തിൽ വെടിവെച്ച് കൊല്ലുന്നു. അതേ തുടർന്ന് പള്ളി മണികൾ അടിക്കുന്നു. രാജ്യങ്ങൾ യുദ്ധത്തിന് അണിചേരുന്നു. അത് 1ാം ലോക മഹായുദ്ധമായി പരിണമിക്കുന്നു. ഒടുവിൽ പലസ്തീന്റെ മണ്ണിലേക്ക് യഹൂദൻ കുടികയറുന്നു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നാം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ എന്റെ ദൈവം യുദ്ധത്തിന്റെ ഗതിയെ തിരിക്കുമ്പോൾ പ്രവചനം കൃത്യമായി നിവർത്തിക്കപ്പെടുമെങ്കിൽ ഈ തലമുറയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിലേക്ക് സംഭവങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവ് മടങ്ങി വരേണ്ടതിന് വേണ്ടി ഞാൻ കൈവിടപ്പെടരുതേ കർത്താവേ എന്ന് കൊതിക്കുന്ന ദൈവത്തിന്റെ ജനം ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദം ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും കർത്തൃസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും കർത്തൃസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എത്രത്തോളം കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഒരു ലജ്ജ കൂടാതെ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഈ പ്രസംഗം ഒരു കളിയെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സയണിസ്റ്റ് സമൂഹത്തിന്റെ സ്വാധീനത്തിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പ്രസംഗമല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം. 1.25 കോടിയോളം മാത്രം ദൈവത്തിന് സ്തോത്രമുള്ള യഹൂദ സമൂഹത്തിൽ ഒരു വലിയ സമൂഹം നിരീശ്വരവാദികളാണ്. അതിൽ മറ്റൊരു വലിയ സമൂഹം ദൈവത്തിന് സ്തോത്രം ഗേ സിസ്റ്റത്തിൽപ്പെട്ട മ്ലേച്ഛന്മാരാണ്. എൻ്റെ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീ ഉലയ്ക്കകത്ത് അവൻ ഇനിയും ഉരുകേണ്ടി വരും. അവനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെ അവനെ കൈവിടും. ഒരു തീ ഉലയ്ക്കകത്ത് ഉരുകുന്നത് പോലെ പലസ്തീന്റെ മണ്ണിൽ അവൻ ഉരുകും. അതിനകത്ത് ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പെടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ജനം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി പോയി കിടക്കുന്ന കിടപ്പറ എൻ്റെ കർത്താവിന്റെ വരവിൽ വെളിപ്പെടേണ്ട രംഗമായാൽ ഞാൻ കൈവിടപ്പെടരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിത്യത കൈവിട്ടു പോകാതിരിപ്പാൻ ശബ്ദമുയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാവരും ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യമല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ
ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചു നിന്നൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. ഈ യോഗം കഴിഞ്ഞ് പിരിയുന്നതിന് മുൻപ് ഒരു തീരുമാനത്തോടെ മടങ്ങാനിടയാകട്ടെ. ചരിത്രം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുന്നു. കണ്ടിടും 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 പ്രിയരെ നാം കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ നാം കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണമിട്ടും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണമിട്ടും സംഘത്തിൽ. ആ പൊൻകിരീടം കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും നേരത്തിൽ. ആ പൊൻകിരീടം കൂട്ടത്തിൽ വിളിക്കും നേരത്തിൽ. ആമേൻ. കണ്ടിടും കണ്ടിടും പ്രിയരെ നാം കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ നാം കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. നോട്ടവും അധ്വാനവും വിശ്വാസവും. നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും. വ്യക്തമല്ലാതു നിശ്ചയം വേഗം കാണുമെന്നാളേ. വ്യക്തമല്ലാതു നിശ്ചയം ആമേൻ. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ വീണമിട്ടും സംഘത്തിൽ. കിരീടക്കൂട്ടത്തിൽ കിരീടക്കൂട്ടത്തിൽ. ഓ കണ്ടിടും കണ്ടിടും അയ്യരെ ഞാൻ കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും. അന്യരല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനേ അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രിയുടെ പ്രവഹിക്കട്ടെ. ജീവന്റെ ശക്തിയുടെ വ്യക്തികളെ ഇന്ന് രാത്രിയിൽ തുടട്ടെ. സാധാന്യ ശക്തികൾ ചില വ്യക്തികളെ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ബന്ധനങ്ങൾ നിയമരക്തത്തിന്റെ ശക്തിയാൽ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ചില പ്രിയപ്പെട്ടവർക്കായി വിടുതലിന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. ഘടകം ജാതികരേതിക രാതൽ ഘടകാധിക ജാതിക നാദാരക ജാതിക രാധാ രാജ ഔദരകാധിക ജാതൽ ഘടകം ജാതാരാതൽ ഘടകേതിക ജാതികരേതിക രാധാ രാജ അബ്ദരകാധിക ജാതൽ ഘടകം ജാതാരാതൽ ഘടകേതിക. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ
രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ മടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവിന്റെ രാത്രി ചോദിക്കുന്നു, ഈ രാത്രിയിൽ യേശു മടങ്ങി വന്നാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? പ്രകൃതിയുടെ താളക്രമങ്ങൾ തകരുന്നു, മാരക രോഗങ്ങൾ കൂട്ടമായി വർദ്ധിക്കുന്നു, ഭൂകമ്പത്തിന്റെ ഭീകരതകൾ ഉയരുന്നു, കാലാവസ്ഥ അടിമുടി മാറുന്നു, മഹായുദ്ധത്തിന്റെ കോപ്പുകൂട്ടലുകൾ ഉയരുന്നു, മധ്യപൂർവ്വ പ്രദേശം രക്തകലുഷിതമാകുന്നു. യേശുവിന്റെ മടങ്ങിവരവ് നമ്മുടെ കൺമുൻപിൽ സംഭവിക്കാൻ തുടങ്ങുന്നു. രാത്രി ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞ ആ ജനത അതിന്റെ ശിക്ഷാക്രമം മട്ടോളം അനുഭവിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഗോൽഗോഥയിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ ബറബാസ് ജയിലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ബറബാസ് പുറത്താക്കപ്പെട്ടതോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞുവെന്നാണ് ചരിത്രം, ഞാനാണ് മരണയോഗ്യൻ, അവൻ വിശുദ്ധനാണ്. അയാൾ ഓടി ഗോൽഗോഥയിലേക്ക്, തലയോടിടത്തിലേക്ക്, കാൽവറിയിലേക്ക്, ക്രാനിയോനിലേക്ക്. ഗോൽഗോഥയിലെത്തിയപ്പോൾ മരണം കഴിഞ്ഞു. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രന്റെ കാൽപാദത്തിന്റെ ഭാഗത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് പറഞ്ഞുപോൽ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇത് പറയാൻ ഇന്ന് രാത്രി ഒരാളുണ്ടെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന രാത്രിയായിരിക്കും. കൂടെ പറപ്പേ, ഞാൻ ആദ്യം പറഞ്ഞ സംഭവം പോലെ ഒരു അക്രൈസ്തവ സഹോദരൻ മയിൽക്കുറ്റിയിലിരുന്ന് യേശുവിനോട് സംസാരിച്ചത് അടുത്ത വിരലിലെണ്ണുന്ന ദിവസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമായത് സത്യമാണെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദര, വഴിവക്കിൽ നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ച് യേശുവിനോട് സംസാരിക്കൂ. നിന്റെ വസ്ത്രത്തെക്കാൾ അടുക്കൽ, നിന്റെ ശ്വാസത്തെക്കാൾ അടുക്കൽ യേശു ഇന്ന് രാത്രി നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ആ കരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഒന്ന് വാ തുറന്നേ, വാ തുറന്നേ. യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തിക്കേ. പോരാ പോരാ പോരാ, ശബ്ദമൊന്ന് ഉയർത്തിക്കേ. യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറയാമോ? നിന്റെ കടുങ്കട്ട് വീണ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ യേശു ഇന്ന് രാത്രി അടുക്കൽ നിൽക്കുന്നുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപവിമോചനത്തിനു വേണ്ടി കാൽവറിയിൽ ബലിയായ ദൈവകുമാരന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥന വേണം. ഒരു പടിയുടെ ഞാൻ ക്രൂശിനെ ആലിംഗനം ചെയ്യുകയാണ്. എനിക്ക് പ്രാർത്ഥന വേണം. എൻ്റെ ചോദ്യങ്ങൾക്ക് യേശു ഉത്തരം തരണം. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി ഈ പരിസരങ്ങളിൽ അനേക കേൾവിക്കാരുണ്ട്. ഇത് മിച്ചപ്പണം ചിലവഴിക്കാൻ വെച്ച യോഗമല്ല. ഇത് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കാൻ ഒരുക്കിയ യോഗമാണ്. ഇന്ന് രാത്രി ഈ ഉയർത്തിയ കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ യുഗത്തിന്റെ സന്ധിയിൽ കാലം അതിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുകയാണ്. നിന്റെ നാമം ചൊല്ലി ഇന്ന് രാത്രി ഞങ്ങൾ കാണത്തക്ക വിധത്തിൽ ഉയർത്തിയതും ദേശത്ത് ഉയർത്തപ്പെട്ടതുമായ കരങ്ങളെ നിയമരക്തത്താൽ അനുഗ്രഹിക്കുകയാണ്. ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും